24 8ാമത്തെ ക്ലാസ്സാണിത്. ഇത് നമ്മുടെ ഈ ഒരു പോർഷൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ അവസാന ക്ലാസ്സാണ്. നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. എന്താണ് മീഡിയ? മീഡിയയുടെ ഗുണങ്ങൾ എന്താണ്? മീഡിയ സൈക്കോളജിസ്റ്റ് ആരാണ്? അവരുടെ ജോലി എന്താണ്? മീഡിയയിൽ ഉണ്ടാകുന്നതായ അഡ്വാൻറ്റേജസ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്? അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് മീഡിയ ഇത്രയും പ്രശസ്തമാകാനുള്ള കാര്യം? എന്താണ് മീഡിയ സൈക്കോളജിയെക്കുറിച്ച് നമുക്ക് ഇത്ര വ്യക്തമായി പഠിക്കേണ്ട ഒരു കാര്യം വരിക? ഇത് എങ്ങനെ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തു? ജനങ്ങളുടെ വളർച്ചയ്ക്ക് എങ്ങനെ ബാധിക്കുന്നു? ജനങ്ങളുടെ തളർച്ചയ്ക്ക് എങ്ങനെ ബാധിക്കുന്നു? അതിൻ്റെ ഗുണവും ദോഷങ്ങളും നമ്മൾ പഠിക്കുക. അതിനുള്ള നിയമങ്ങൾ, അതിൻ്റെ തിയറികൾ, സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ്? ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പഠിച്ചു വച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? എങ്ങനെയൊക്കെയാണ് ഇത് ജനങ്ങളെ ബാധിക്കുക? എങ്ങനെയാണ് നമ്മൾ പരസ്യം കൊടുക്കുക? പരസ്യം എങ്ങനെ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? മീഡിയയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആകാം, ഒരു സമൂഹത്തിൻ്റെ ആകാം, ഒരു രാജ്യത്തിൻ്റെ ആകാം, കാര്യങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കാനുള്ള ഒരു മാധ്യമം തന്നെയാണ് നമ്മൾ മീഡിയ ഉപയോഗിക്കുക. ഏത് കാലഘട്ടങ്ങളിലും മനുഷ്യനെ സ്വാധീനിച്ചിരുന്ന ഒരു ഭാഗമാണ് മീഡിയ എന്ന് പറയുന്നത്. കാരണം കമ്മ്യൂണിക്കേഷനില്ലാതെ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ ധരിപ്പിക്കുവാൻ വേണ്ടി പല വഴികളാണ് നമ്മൾ തിരഞ്ഞെടുത്തിരുന്നത്. അത് വളർന്നു വന്നപ്പം, ശരിക്കും തുടക്കം മുതൽ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യം മനുഷ്യർ തന്നെ, ജനങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഒരു രാജാവിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാജവിളംബരം പോലെ നമ്മൾ മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ടിരിക്കുക. ഒരു വിളംബരമാണ്, കാരണം രാജാവ് വിളംബരം ചെയ്യുകയാണ്, രാജാവ് അറിയിക്കുകയാണ്. അപ്പോൾ വിളംബരം എന്ന് പറഞ്ഞാൽ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാജാവിൻ്റെ ഇംഗിതം, അല്ലെങ്കിൽ രാജാവിൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ അറിയിക്കാനുള്ള ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വിളംബരം പോലെ കൊട്ടി നിൽക്കുക. നാട്ടിലെ കാര്യങ്ങളൊക്കെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ചെണ്ട കൊട്ടിയൊക്കെ കാര്യങ്ങൾ അറിയിക്കുക. കാരണം ഇത് ഒരു വിവരമുണ്ട് എന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം മീഡിയ എന്ന് പറയുന്ന ഒരു കാര്യം, അതാണ് അതിൻ്റെ കാതൽ. അതാണ് ഒരു കാര്യം ഒരു വ്യക്തിക്ക് മറ്റുള്ളൊരു വ്യക്തിയെ അറിയിക്കാനായിട്ടുള്ള ഒരു സംരംഭമായിരുന്നു മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കാര്യങ്ങൾ അറിയിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നമ്മൾ കാലങ്ങളും അതിനനുസരിച്ച് നമ്മൾ പല രീതികൾ ഉപയോഗിച്ചു. അതിനകത്ത് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ, കൂടുതൽ പക്ഷികളെയായിരുന്നു നമുക്ക് എന്തെങ്കിലും വിവരം അറിയിക്കാനുണ്ടെങ്കിൽ പക്ഷികളുടെ കാലിൽ കെട്ടി നമ്മൾ അറിയിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് ജനങ്ങൾക്ക്, വ്യക്തികളിൽ നിന്ന് വ്യക്തികൾക്ക്, ഒരു വ്യക്തി മറ്റുള്ളൊരു വ്യക്തിയെ കാര്യങ്ങൾ അറിയിക്കേണ്ടതായി വന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വ്യത്യാസമാണ്. എഴുത്തുകൾ, നമ്മുടെ അഞ്ചൽ എന്ന് പറഞ്ഞ അഞ്ചലോട്ടക്കാർ, ഒരു വിവരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയിക്കാനുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ഇട്ടാൽ, അഞ്ചൽ പെട്ടിയിലിട്ടാൽ, അഞ്ചൽ പെട്ടിയിൽ നിന്ന് കളക്ട് ചെയ്ത് അത് ഓടി, ഞാൻ ഇന്ത്യയിലെയും കേരളത്തിലെയും കാര്യങ്ങളാണ് പറയുന്നത്, ഓടി മറ്റുള്ളവർ ധരിപ്പിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പോസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, മോഴ്സ് കോഡുകൾ വരുന്നു, ടെലഗ്രാം വരുന്നു. അപ്പോൾ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി കുറച്ചുകൂടെ എളുപ്പമാകും. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അറിയിക്കാൻ വേണ്ടി നമുക്കുണ്ടായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഒത്തിരി കഥകളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് രാജ്യത്തെ. അപ്പോൾ ഇത് ഒരു മീഡിയ എന്ന് പറയുന്നത് സ്ഥലങ്ങളെ മാത്രം അറിയിക്കാൻ വേണ്ടി, ആ സ്ഥലങ്ങളുടെ കാലാവസ്ഥയെക്കുറിച്ച് അറിയിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഘടനയെക്കുറിച്ച് അറിയിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ രീതികളെക്കുറിച്ച് അറിയിക്കാൻ, അവിടെ സംസ്കാരത്തെക്കുറിച്ച്, രാജ്യത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് അറിയിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അങ്ങനെയാണ് നമ്മൾ പറയുമ്പോൾ മേഘസന്ദേശം, കാളിദാസന്റെ മേഘസന്ദേശവും പ്രശസ്തമായ മേഘസന്ദേശം വരിക. അപ്പം മേഘത്തിലൂടെ അറിയിക്കും. മേഘത്തിൽ നിന്ന് ഒരു വിരഹിണിയായ കാമുകൻ കാമുകിക്ക് അയക്കുന്ന ഒരു ലേഖനം. പക്ഷെ അത് മാത്രമായിരുന്നില്ല. അല്ലെങ്കിൽ മയൂര സന്ദേശം, മയൂരം ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ ചുറ്റുപാടുണ്ടാകുന്ന സംസ്കാരത്തെക്കുറിച്ച്, കാലാവസ്ഥയെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സ്ഥലകാലങ്ങളെക്കുറിച്ച്, അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം നമ്മൾ വിശദമായി അറിയിച്ചിരുന്നു. അപ്പോൾ അതാണ് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സംസ്കാരത്തെ അറിയിക്കാനായിട്ട് സാധിക്കുമായിരുന്നു, കാലഘട്ടങ്ങളെക്കുറിച്ച് അറിയിക്കാനായിട്ട് സാധിക്കുമായിരുന്നു,
കാലാവസ്ഥയെക്കുറിച്ച് അറിയിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ ഇതൊരു പരസ്പരം കൈമാറുന്ന ഒരവസ്ഥയാണ് മീഡിയയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മയൂര സന്ദേശത്തിനകത്ത് മയൂര സന്ദേശത്തിനകത്ത് കാലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കുട്ടനാട് ചെല്ലുമ്പോൾ എങ്ങനെയാണ് കൃഷി ഇറക്കിക്കൊണ്ട് 2, 3 തവണ കൃഷിയേറ്റുന്ന കണ്ടങ്ങളെയും, അപ്പോൾ അവിടുത്തെ കണ്ടങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്, അവിടെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് അറിഞ്ഞു, അവിടെ ആൾക്കാരെങ്ങനെ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് അറിഞ്ഞു, തണ്ടും കെട്ടി തെർമടി ചരിക്കുന്ന വള്ളങ്ങളെയും അവിടുത്തെ വള്ളം എങ്ങനെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആൾക്കാരെങ്ങനെയാണ് അവിടെ ട്രാൻസ്പോർട്ടേഷൻ നടത്തി യാത്ര ചെയ്തുകൊണ്ടിരുന്നത്, ഇതെല്ലാം വ്യക്തമായിട്ട് അറിയിക്കുന്നു. അപ്പം മീഡിയയ്ക്ക് ഇങ്ങനെ ഒരു പ്രാധാന്യമുണ്ടായിരുന്നു. അപ്പം വാർത്തകൾ മാത്രമല്ല, ഓരോ സ്ഥലത്തെ സംസ്കാരത്തെക്കുറിച്ച്, അവിടുത്തെ ജീവിത രീതികളെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കാനുള്ളൊരു മാധ്യമമായിട്ട്, അല്ലെങ്കിൽ അതിനെ ബന്ധിപ്പിക്കുന്ന ഘടകമായിട്ട് മീഡിയ മാറി. മീഡിയയുടെ ഇമ്പോർട്ടൻസ് അവിടെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് മീഡിയയിലുണ്ടായിരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് റേഡിയോ ആണ്. അപ്പം റേഡിയോ ഇപ്പം അത് കഴിഞ്ഞ് പ്രിന്റ് മീഡിയ വന്നു. പ്രിന്റ് മീഡിയ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് പത്രമാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിച്ചു. പ്രിന്റ് മീഡിയ, പത്രങ്ങളൊക്കെ ഒരു കാര്യം അറിയിക്കണമെങ്കിൽ നമ്മൾ പത്രത്തിലൂടെ അറിയിക്കുക, പത്രത്തിൽ വായിക്കുക. അപ്പം കുറച്ചും കൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താനായിട്ട് സാധിച്ചു. വാർത്തകൾക്ക് പ്രാധാന്യമുണ്ടായി. വാർത്തകൾ അറിയിക്കുന്നതിനുള്ള രീതികൾ വ്യത്യാസം വന്നു. അപ്പം മാധ്യമങ്ങൾ എന്ന് പറയുന്നത് പ്രിന്റ് മീഡിയ മാത്രമായിരുന്നില്ല എങ്കിലും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന പത്രമാധ്യമങ്ങളെയാണ് നമ്മൾ പ്രിന്റ് മീഡിയ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അറിയാനായിട്ട് വന്നു. അപ്പം ഇതിന് കുറച്ചുകൂടി ജനങ്ങൾക്ക് അഡിക്ഷൻ പോലെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വാർത്തകൾ അറിയാൻ പറ്റി. പക്ഷെ ഇതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായി, ഒരു പരിധി ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇത് ഇലിറ്ററേറ്റ്സ് ആയിട്ടുള്ള വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പാടുണ്ടായിരുന്നു. കാരണം ആരെങ്കിലും വായിച്ച് കേട്ട്, ആരെങ്കിലും പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിക്കുന്നത്. പക്ഷെ എന്നാലും ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു മാറ്റം ഉണ്ടായെന്ന് പത്രമാധ്യമങ്ങൾ വന്നതുകൊണ്ടാണ്. പത്രം ഒരു മാധ്യമമായിട്ടുണ്ട്. പ്രിന്റ് മീഡിയ വന്നതിൽ പിന്നെയാണ്. പിന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നത് റേഡിയോ ആണ്. റേഡിയോ കൂടുതലും ഇറങ്ങിയത് നമ്മൾ വാർത്തകൾ അല്ല മീഡിയ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു സന്തോഷം, മനസ്സിന് സന്തോഷം തരത്തിലുള്ള കലകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരുന്നു. പക്ഷേ അതിനും അവിടെയും ഒരു മീഡിയ കാര്യങ്ങൾ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നെങ്കിൽ പോലും കൂടുതൽ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ വേണ്ടി റേഡിയോയ്ക്ക് സാധിച്ചു. 2 റീച്ചബിലിറ്റിയാണ്. എത്തപ്പെടുന്ന ഏത് ഗ്രാമങ്ങളിലും റേഡിയോ എത്തപ്പെടുന്നു. ഇന്നും റേഡിയോയുടെ പ്രാധാന്യങ്ങൾ അവിടെ നിൽക്കുന്നു. മാധ്യമങ്ങളിൽ റേഡിയോയുടെ പ്രാധാന്യം ഇന്നും കുറയാതെ തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് പ്രിന്റ് മീഡിയയും. പക്ഷെ പ്രിന്റ് മീഡിയയ്ക്ക് കുറച്ച് വ്യത്യാസങ്ങൾ പിന്നെ കാലഘട്ടങ്ങളിലുണ്ടായി. കാരണം ഒരു ഡിജിറ്റൽ റീഡിംഗ് ആയിരിക്കും ജനങ്ങൾ മാറിയപ്പോഴത്തേക്ക്. ഡിജിറ്റൽ റീഡിംഗ് എല്ലാം നമ്മൾ മൊബൈൽ ഫോണിൽ വായിക്കത്തക്കവണ്ണം നമ്മൾ വന്നപ്പോഴാണ്. അപ്പം റേഡിയോയിൽ ഇന്നും എൻ്റർടൈൻമെൻറ്റിനും വാർത്തകൾ കൊടുക്കാനും സാധാരണ ജനങ്ങളിലേക്ക് എത്താനായിട്ട് ഇന്നും റേഡിയോ എന്ന് പറയുന്നത് മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇതൊരു എൻ്റർടൈൻമെൻറ്റും കൂടിയായിരുന്നു. ഒരു മനുഷ്യന് സന്തോഷം തരത്തൊക്കെയാണ് ഒരു കലാവാസനകൾ, അങ്ങനെ കൂടുതലും ഈ കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് ചില ഡെവലപ്മെൻറ്റ് നമ്മൾ മീഡിയ നടക്കുന്നുണ്ട്. നമ്മൾ അറിയാത്ത ചില ഡെവലപ്മെൻറ്റ് നമ്മൾ നടക്കുന്നുണ്ട്. കലകളിലൂടെ കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ള ഒരു ഇത്. അപ്പം അതൊരു മീഡിയയാണ്. മീഡിയയിൽ കൂടെയാണ് നമ്മൾ പഠിക്കുന്ന മീഡിയ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് കലകൾക്ക് നല്ല പ്രോത്സാഹനം ഉണ്ടായത്. അപ്പോൾ കലകൾക്ക് പ്രോത്സാഹനം ഉണ്ടായ സമയത്ത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സ്ഥലങ്ങളിൽ നടന്ന കലകളെക്കാട്ടിലും കൂടുതൽ കഥാപ്രസംഗം പോലെയുള്ള കലകൾ കൂടുതൽ ഇതൊന്നും. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുന്നത് സാംബശിവനെ പോലുള്ള ആൾക്കാർ കാതികന്മാരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ടോൾസ്റ്റോയിയെ കുറിച്ചോ ബിബിൾ മിത്രയെ കുറിച്ചോ അല്ലെങ്കിൽ വിദേശ കഥകളെക്കുറിച്ചോ നോവലുകളെ കുറിച്ചോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതൊക്കെ ഞാനൊരു സൈഡിൽ പറയുന്നുള്ളൂ. അപ്പം റേഡിയോയ്ക്ക് ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൂടിയാണ് റേഡിയോ ഉണ്ടായത്. പിന്നെ ആ റേഡിയോയുടെ കൂട്ടത്തിൽ ഉണ്ടായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വന്നപ്പോഴാണ്. അപ്പം കമ്പ്യൂട്ടർ വന്നപ്പോൾ കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കും. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ അന്ന് ആദ്യമൊക്കെ കമ്പ്യൂട്ടർ വരുമ്പോൾ കമ്പ്യൂട്ടറിനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ലെങ്കിലും ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി കുറച്ചും കൂടുതൽ
ജനങ്ങളിലേക്ക് കമ്പ്യൂട്ടർ ഇറങ്ങി ചെന്നു. അതൊരു ആവശ്യമായി മാറി. ടെക്നോളജിയുടെ വികാസം വന്നു കഴിഞ്ഞപ്പം, ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ആഗോളപരമായി ചിന്തിക്കാൻ വേണ്ടി ഉള്ള ഒരു ഇതായി കമ്പ്യൂട്ടർ എന്ന് പറയും. ഇപ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റി, കുറച്ചുകൂടെ സമയം നമുക്ക് കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റി, നമുക്ക് ആവശ്യമുള്ള സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റി, ലോകത്തിൻ്റെ വിവിധ തരങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായി. അപ്പം പ്രിന്റ് മീഡിയയിൽ നിന്ന് ഡിജിറ്റൽ മീഡിയയിലേക്ക് നമ്മുടെ ഒരു മാറ്റമായിരുന്നു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആകെ നമ്മുടെ ഒരു ചിന്താഗതിയെ മാറ്റിമറിച്ച, ലോകത്തെ മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ മീഡിയ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു മാറ്റം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോൺ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിച്ചിരുന്ന ലാൻഡ് ലൈൻ ഫോണിൽ നിന്ന് മൊബൈൽ ഫോണിലേക്ക് വന്നു. ഒന്ന് കൊണ്ടു നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. രണ്ട്, അവൈലബിലിറ്റി, അവിടെ നമുക്ക് നിൽക്കുന്ന കാര്യങ്ങൾ ആദ്യമൊക്കെ എക്സ്പെൻസീവ് ആയിരുന്നെങ്കിലും പിന്നെ കമ്പനികളിലെ മത്സരങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവരത് കുറച്ച് സാധാരണക്കാരൻ അഫോർഡ് ചെയ്യാനൊക്കെ വന്ന കൂടുതൽ ജനങ്ങളിലേക്ക് ഈ മൊബൈൽ ഫോൺ എത്തിക്കാൻ സാധിച്ചു. അപ്പം മീഡിയ റേഡിയോയിൽ നിന്ന് TV-യിൽ നിന്ന് നേരെ മൊബൈലിലേക്ക് വരുന്നു. TV കുറച്ച് അന്ന് കൂടുതൽ പഠനങ്ങൾ നടത്തി TV എങ്ങനെ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കൂടുതൽ ഒരു അഡിക്ഷൻ പോലെ വന്നു. അപ്പോൾ ഇതൊരു വ്യാവസായികമായിട്ട് TV എന്ന മീഡിയയെ വളർത്താനായിട്ടൊരു സാധിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വാങ്ങിക്കണം, എന്ത് വേണം, എന്താണ് ജനങ്ങളുടെ ആവശ്യമെന്നറിഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ജീവിത രീതിയിലുണ്ടാകുന്ന വ്യത്യാസം ഇത് TV-ക്ക് വരുത്താൻ സാധിച്ചു. ഒരു അഡിക്ഷൻ പോലെ. അപ്പം കുറച്ച് എൻ്റർടൈൻമെൻ്റ് കൂടി ആക്കി. അപ്പം കേൾക്കുന്നതും ഉൾപ്പെടെ നമുക്ക് മുമ്പിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാണാം എന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടുതലും റേഡിയോയിൽ നിന്ന് ജനം TV-യിലേക്ക് പോയി. അതുകൊണ്ട് റേഡിയോയുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, കുറച്ചും കൂടെ ജനങ്ങൾ TV-യിലേക്ക് ഇറങ്ങിച്ചെന്നു, കൂടുതൽ കാര്യങ്ങൾ അറിയാറായി. അപ്പം തത്സമയ സംരക്ഷണങ്ങൾ, തത്സമയം ഒരു കാര്യം നടക്കുന്ന, അമേരിക്ക നടക്കുന്ന ഒരു കാര്യം ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റുക, ഒരേ സമയത്ത് നടക്കുന്ന അതേ സമയത്ത് തന്നെ ആഫ്രിക്കയിൽ നടക്കുന്ന ഒരു കാര്യം ഓസ്ട്രേലിയയിൽ ഇരിക്കുന്ന ഒരാൾ അറിയാൻ നമുക്ക് പറ്റുക. അങ്ങനെ ആഗോളപരമായി പരസ്പരം ഒരു കെട്ടുറപ്പുണ്ടാക്കുന്നത് TV-ക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ TV-യിൽ നിന്ന് മൊബൈൽ ഫോണിലേക്ക് വരുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു തന്നെ ടിവിയെ കുറിച്ചൊന്ന് അറിയാനായിട്ട് TV-യുടെ പ്രാധാന്യം അതാണ് വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-to-1 കണക്ഷൻ കിട്ടുക, ഇമ്മീഡിയറ്റ് ആയിട്ട് കണക്ഷൻ കിട്ടുക, വാർത്തകൾ നമുക്ക് നേരിൽ കാണാൻ പറ്റുക, നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഓതൻറ്റിസിറ്റി ഉണ്ടായി. ആ ഓതൻറ്റിസിറ്റി, സത്യസന്ധത, അല്ലെങ്കിൽ അതിൻ്റെയുള്ള ഒരു ക്ലാരിറ്റി, വ്യക്തത, ഇതെല്ലാം ജനങ്ങളെ ആകർഷിച്ചു തുടങ്ങി. അപ്പം അതേസമയം ഒരു വ്യാവസായികമായ ചിന്താഗതി മനുഷ്യരിലേക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രത്യേകത. അഡ്വർടൈസ്മെന്റ്, പരസ്യങ്ങളുടെ വേലിയേറ്റം ഇവിടെയാണ് നമ്മൾ ഉണ്ടായി തുടങ്ങിയത്. മനുഷ്യനെ നമുക്ക് ആവശ്യകതയിലേക്ക് കൊണ്ടുവരിക. ആവശ്യകതയിൽ എന്ത് ഞാൻ ഉപയോഗിക്കണം എന്ന് എന്നെക്കാട്ടിലും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന മീഡിയയാണ് ഞാൻ എന്ത് ഉപയോഗിക്കണം. അത് സോപ്പായിക്കോട്ടെ, കഴിക്കുന്ന ആഹാരങ്ങളായിക്കോട്ടെ, കയറുന്ന വണ്ടികളായിക്കോട്ടെ, വെക്കുന്ന വീടുകളായിക്കോട്ടെ, ഇതെല്ലാം തീരുമാനിക്കുന്നത് മീഡിയയുടെ ലക്ഷണമായി തീർന്നു, അല്ലെങ്കിൽ സ്വഭാവമായി തീർന്നു. അപ്പം TV-യുടെ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോഴാണ് ഈ മൊബൈൽ ഫോൺ വരുന്നത്. മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം ലാൻഡ് ലൈനിൽ നിന്ന്, അതായത് എവിടെയെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ നോക്കണം, നമ്മൾ വിളിച്ച് കണക്ട് ചെയ്ത് STD വിളിച്ച് ട്രങ്ക് ബുക്ക് ചെയ്ത് മറ്റുള്ള ആൾക്കാരോട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പം നമ്മളിവിടെ നിന്ന് വിളിച്ച് പറഞ്ഞാൽ ഓഫീസിലിരിക്കുന്നുള്ള ആ നമ്പർ ഡയൽ ചെയ്ത് ആളെപ്പോഴാണോ ഫ്രീ ആകുന്നതിനെ കണക്ട് ചെയ്ത് നമുക്ക് തരുമായിരുന്നു. അത് മാറിയിട്ട് നേരിട്ട് സബ്സ്ക്രൈബേഴ്സ് ഡയറക്റ്റ് ഡയലിംഗ് സിസ്റ്റമായി. അപ്പം നേരിട്ട് സ്ട്രേറ്റ് അവേ പേഴ്സൺ ടു പേഴ്സൺ നമ്മൾ സംസാരിക്കാനായിട്ടുള്ള ഇതുണ്ടായി. അതാണ് STD ഒക്കെ വന്നത്. ഇതേ സമയത്ത് കൂടുതൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടുതൽ ജനങ്ങളുടെ റീച്ചബിലിറ്റി, അല്ലെ എത്തിപ്പെടുന്നത് വളരെ എളുപ്പമായി തീർന്നു. അപ്പം ഒരു എഴുത്തെഴുതി അറിയിക്കുന്നതിലും നല്ലത് ഒരു ഫോണിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരുന്നു. പക്ഷെ അപ്പോഴും അതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു തെളിവില്ല, പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവില്ല. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ തെളിവുകളുണ്ട്, നമ്മൾ കാണിക്കുന്നതിന് തെളിവുകളുണ്ട്. ഇപ്പോൾ ഫോണിൻ്റെ അങ്ങനെ വന്നപ്പോഴാണ് മൊബൈൽ ഫോണിൻ്റെ രംഗപ്രവേശനം. അത് ആർക്കും എവിടെ വെച്ചും ആരെയും
കോണ്ടാക്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വളർന്നപ്പോഴും അതിനകത്ത് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ ലളിതമാക്കി. കൂടുതൽ ആപ്പുകൾ, വാട്സാപ്പ് അങ്ങനെയൊക്കെയുള്ള പുതിയ ആപ്പുകൾ അതിനകത്ത് വന്നു ചേർന്നു. അപ്പം പുതിയ ഇൻസ്റ്റാഗ്രാം വന്നു, ഫേസ്ബുക്കുകൾ വന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമായി. ആൾക്കാരുടെ അകലം എന്ന് പറയുന്നത് കുറഞ്ഞു. 1-to-1 ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കൂടി. 1-to-1 ഇൻട്രാക്ഷൻ കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്കിവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. അപ്പം ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കറിയാൻ സാധിക്കും. നടക്കുന്ന അതേ സമയത്ത് നമുക്കറിയാൻ സാധിക്കും. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന രീതിയിലായി. അപ്പം വളരെ എളുപ്പമായി. അതിനെക്കുറിച്ച് കാത്തിരിക്കേണ്ട കാര്യമില്ല. മൊബൈൽ ഫോൺ വന്നു കഴിഞ്ഞാൽ, കൂടുതൽ ആപ്പ് വന്നു കഴിയുമ്പോൾ ജനങ്ങൾ കൂടുതൽ അതിലേക്ക് അഡിക്ഷൻ ഉണ്ടായി തുടങ്ങി. അഡിക്ഷനെക്കാട്ടും കൂടി ആവശ്യകത വന്നു തുടങ്ങി. ഇപ്പം മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരാളെങ്കിലും നമുക്ക് കാണാൻ പറ്റാത്ത ഒരവസരത്തിലേക്ക് നമ്മൾ വന്നു. ഇതനുസരിച്ച് മൊബൈൽ ഫോണിന് ഡെവലപ്മെൻറ്റ്സ് നമുക്ക് വന്നു. അതിനകത്ത് കൊടുക്കാവുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് വളരെ കൂടി. അപ്പം 1-to-1 ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടി. അത് നോ ടൈം, നോ പ്ലേസ്, എനിവെയർ, എനി ടൈം എന്നുള്ള, ആരെയും എവിടെയും എപ്പോഴും ഏത് മൂലയ്ക്കും ഏത് കാര്യത്തിനും കോണ്ടാക്ട് ചെയ്യാം എന്നുള്ള അവരുടെ അവസരത്തിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് ഇതിൻ്റെ ഉപയോഗം കൂടുന്നു. അത് കൂടാനായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം 1-to-1 കോണ്ടാക്ട് ജനങ്ങൾക്ക് ഇല്ലാതായി. അപ്പോൾ ഒരാൾ കാണാൻ പറ്റാതെ വന്ന സമയത്ത്, കോവിഡിൻ്റെ സമയത്ത് കൂടുതലും മെസ്സേജുകൾ അയക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടതായി വന്നു. രണ്ടാമത്തെ കാര്യം, എല്ലാ ജീവിത രീതികളും നമ്മൾ മാറി. പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ ഫീൽഡിൽ കുട്ടികളെ വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മതി. ഏതെങ്കിലും അധ്യാപകൻ എവിടെയെങ്കിലും ഇരുന്നിട്ട് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നിട്ടും എനിക്ക് അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കാം എന്നുള്ളൊരിത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മീഡിയ, അതായത് വാട്സാപ്പിൻ്റെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ആവശ്യകത കൂടി വന്നു. അപ്പം പലപ്പോഴും ഞാൻ അറിയിക്കുന്ന ഒരു കാര്യം അറിയിക്കണമെങ്കിൽ ഞാൻ വേണമെന്നില്ല, എനിക്ക് എന്ത് രീതിയിലും അറിയിക്കത്തക്ക വണ്ണമായി. അപ്പം മൊബൈൽ ഫോണിൻ്റെ ഗുണം അതൊക്കെയാണ്. കാരണം നമുക്കതിനകത്ത് റെക്കോർഡ് ചെയ്തിടാം, നമുക്ക് വേണ്ട സമയത്ത് റിലീസ് ചെയ്യാം, വേണ്ട സമയത്ത് വേണ്ട ആൾക്കാർക്ക് കിട്ടത്തക്ക വണ്ണം നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പം ഇങ്ങനെ സകലമാന ഗുണങ്ങളും മൊബൈൽ ഫോണിലേക്ക് ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ മൊബൈൽ ഫോണിലേക്ക് അഡിക്ഷനായി തുടങ്ങി. കാരണം അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. രാവിലെ പത്രം വായിക്കുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ ആൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നടക്കുന്ന കാര്യങ്ങൾ അവരുടെ കൈപ്പത്തിയിൽ ഉണ്ടാകത്തക്ക വണ്ണം മൊബൈൽ ഫോൺ വളർന്നു. അപ്പം അതിൻ്റെ അകത്ത് ഇൻസ്റ്റാഗ്രാം ഉണ്ടായി, ഫേസ്ബുക്കുകളുണ്ടായി, കമ്മ്യൂണിക്കേഷൻ കൂടി, എനിക്ക് എൻ്റെ കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ഒരു പ്രചാരണം നൽകിയപ്പോൾ അവിടെ കച്ചവടം കണ്ണുകളോടുകൂടി ആൾക്കാർ നോക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു പരസ്യ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു മീഡിയ ആയിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് മാറ്റി. കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ എളുപ്പമുള്ള ഒരു മാർഗമായിട്ട് സോഷ്യൽ മീഡിയ മാറ്റി. അപ്പോൾ സോഷ്യൽ മീഡിയ, ഇപ്പം നമ്മൾ പറയുന്ന മീഡിയ എന്ന് പറയുന്നത് മൊബൈൽ ഫോണല്ല, അതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് മീഡിയ എന്ന് പറയുന്നത്. അപ്പം ആൾക്കാരെ കുറിച്ച് അറിയാനായിട്ട് സാധിച്ചു. വാർത്തകൾ നിമിഷ നേരം കൊണ്ട് കിട്ടുവാൻ വേണ്ടി സാധിച്ചു. ഏത് സമയത്ത് എവിടെ വെച്ച് ആക്സസ് ഉണ്ടാകും എന്നുള്ളത് തീരുമാനിച്ചു. ഗ്ലോബലൈസേഷൻ വന്നു. ആൾക്കാർക്ക് 1-to-1 കോണ്ടാക്ട് ചെയ്യാം, ഗ്രൂപ്പായിട്ട് കോണ്ടാക്ട് ചെയ്യാം, പഴയ ആപ്പുകൾ ഉണ്ടായി. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ സമയം ജനങ്ങൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഇവിടെയാണ് നമ്മൾ മീഡിയ സൈക്കോളജിൻ്റെ ആവശ്യം വരുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ പറഞ്ഞു കൊടുക്കുക. എങ്ങനെ കൂടുതൽ സമയം മനുഷ്യന് മൊബൈൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നേരം ചെയ്യണം, ഏതൊക്കെ സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗിക്കാം, ഏതൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന അഡിക്ഷൻസ്, അതുകൊണ്ടുണ്ടാകുന്ന
ദോഷങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള പഠനം ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഒരു എത്തിക്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു മീഡിയ സൈക്കോളജിസ്റ്റിൻ്റെ ജോലി എന്ന് പറയുന്നത്. മീഡിയ സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് നടത്തുക അല്ല ബാക്കിയുള്ളതല്ല, എങ്ങനെ ഈ മീഡിയയെ നമുക്ക് ഒരാൾക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ആ ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താണ് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാട്ടിലും കൂടുതൽ ഇതിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുക എന്നുള്ളത് ഇതൊരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആയിട്ട്, ഇതൊരു സംരക്ഷണ കവചമായിട്ട് വർക്ക് ചെയ്യേണ്ട ജോലി മീഡിയ സൈക്കോളജിസ്റ്റിന് വന്നു. അപ്പോൾ ഇതോടുകൂടി ഇതിൻ്റെ ക്രൈം റേറ്റ് കൂടാറായി, പല ക്രൈമുകൾ ഇതിനകത്ത് നടക്കാറായി, മനുഷ്യനെ ഇത് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാറായി, മനുഷ്യൻ്റെ ചിന്താഗതികൾ ഇത് മാറ്റിമറിക്കാനായിട്ട് വന്നു. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ളത്. അങ്ങനെ ഇതിനകത്ത് അഡ്വർടൈസ്മെൻറ്റ് വന്നു. അപ്പോൾ എങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം, എങ്ങനെ ഇത് ആൾക്കാരെ പിടിക്കണം, എങ്ങനെ ഒരു സാധനം ചിലവാക്കണം, ഈ ഒരു രീതിയിൽ നമുക്ക് വന്നപ്പോൾ ഇത് കച്ചവട മനസ്സോടുകൂടി നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം മീഡിയയുടെ ലക്ഷ്യങ്ങൾ മാറി, ആവശ്യങ്ങൾ മാറി, അങ്ങനെ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ കൊടുക്കണം, ഏത് മീഡിയ കൊടുക്കണം, എത്ര മീഡിയ കൊടുത്താൽ അത് ഇൻഫ്ലുവൻസ് ആകും, എത്ര ആൾക്കാർ ഇത് വായിക്കും, അല്ലെ എത്ര ആൾക്കാർ ഇത് കാണും, ഇതൊക്കെ അത് ചെയ്തു. അപ്പം ഇത് മീഡിയ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ മീഡിയ ക്രൈംസ്, ഇതിനകത്ത് ക്രൈം കൂടെ ഉണ്ടാകുക. അപ്പോൾ ക്രൈം ഉണ്ടാകുന്ന ഇത് ഹ്യൂമൻ ബിഹേവിയറിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു, ഒരു മനുഷ്യൻ്റെ പെരുമാറ്റത്തെ, പക്ഷേ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതായി പിന്നത്തെ ചിന്ത. ഒരു സോഷ്യൽ ലേണിംഗ്, ബിൽഡറുടെയൊക്കെ സോഷ്യൽ ലേണിംഗ് തിയറിയൊക്കെ അവിടെ വരികയാണ്. മനുഷ്യൻ്റെ സ്വഭാവം, ഈ ടി വി കാണുന്ന സീരിയലിലെ ബേസ് ചെയ്ത് അതിൻ്റെയൊക്കെ ആയിരുന്നു വയലൻസ് ആകാം, അതിനകത്തുണ്ടാകുന്ന ബാക്കിയുള്ള അനാശാസ്യ കാര്യങ്ങളാകാം, ഇതെല്ലാം മനുഷ്യനെ എങ്ങനെ ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ ഇതിനെങ്ങനെ അടിമയാകുന്നു, രണ്ടെണ്ണമുണ്ട്. എങ്ങനെ മീഡിയ മനുഷ്യനെ സ്വാധീനിക്കുന്നു, മനുഷ്യൻ എങ്ങനെ മീഡിയയ്ക്ക് അടിമയാകുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം പഠനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ പറയുന്നത് മീഡിയ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്രൈം. ഇതിനകത്ത് ക്രിമിനൽ കുറ്റങ്ങൾ എങ്ങനെ ഇതിനകത്തുണ്ടാകുന്നു, എന്തൊക്കെയാണ് ഇതിനകത്തുണ്ടാകുന്ന ക്രിമിനൽ കുറ്റങ്ങൾ. അപ്പോൾ ആദ്യം ഇതിനകത്തുണ്ടാകുന്ന കാര്യം ക്രൈം റെപ്രസെൻറ്റേഷൻസ് ഇൻ മീഡിയയിൽ നമ്മൾ കാണിക്കും, അതിനകത്ത് ക്രൈം കാണിക്കുന്നു, ഒരു വാട്സാപ്പ് കാണിക്കുന്നു, എന്തൊക്കെ കാണുന്നു. അപ്പം ക്രൈം ഇൻ മീഡിയാസ് സോഷ്യൽ കൺസ്ട്രക്ഷൻ, സൊസൈറ്റിക്ക് ഫോം ചെയ്യാൻ വേണ്ടി എങ്ങനെ ക്രൈം ഉണ്ടാകും. ദെൻ മെയിനായിട്ട് നമ്മൾ സൈബർ ക്രൈമിനെ കുറിച്ചാണ് പറയുന്നത്. സൈബർ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഉണ്ടാകുന്ന ക്രൈം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയയിൽ ഉണ്ടാകുന്നതായ ക്രൈം, ഇതുകൊണ്ടുണ്ടാകുന്ന ക്രൈമുകൾ ഇതെങ്ങനെയൊക്കെയാണ്. നമുക്ക് പലപ്പോഴും നമുക്ക് പറയാം നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പോയി, എന്നിട്ട് അതിൻ്റെ പേരിൽ നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ പിൻകോഡ് നമുക്കൊരാൾ ചോർത്ത് കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് വേറൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് കിട്ടി. എന്നിട്ട് ഇതിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൈബർ ക്രൈം ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്രിമിനലിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്തൊക്കെ നടക്കുന്നു. അപ്പോൾ ആദ്യത്തെ സൈബർ ക്രൈംസ് ആൻഡ് വൈറസസ് ഇനിഷ്യേറ്റഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് മോറിസ് കോഡ് വോം അത്. അപ്പം ഇത് ആദ്യമുണ്ട് സൈബർ ക്രൈം എന്ന് പറയുന്നത് വൈറസുകളെ ഉണ്ടാക്കിയിട്ടുണ്ട്. വൈറസുകളുണ്ട് അതൊരു കച്ചവടമാക്കി മാറ്റാനായിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറെ ബാധിക്കുന്ന ഒരു വൈറസ് ഇറക്കിയിട്ട് ആ വൈറസ് കമ്പ്യൂട്ടറിനെ നശിപ്പിക്കുക, എന്നിട്ട് അതിന് ഉള്ള ആൻറ്റി വൈറസ് നമ്മൾ ഇറക്കുക. അപ്പോൾ സൈബർ ക്രൈമിൽ ആദ്യം ഉണ്ടാക്കുന്നത് വൈറസ് അറ്റാക്കുകളായിരുന്നു. ദെൻ ഉണ്ടായത് ടോജൻ അഡ്വാൻസ് വോം എക്സെട്ര, ഇതിൽ മലീഷ്യസ് കോഡ്, പിന്നെ വേറെ നമുക്കറിയില്ലാത്ത കോഡുകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ, ട്രോജൻ പോലെയുള്ള വൈറസുകൾ, ഇതൊക്കെ നമ്മളുണ്ടാക്കി നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഡേറ്റകൾ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഡേറ്റകൾ മോഡിഫൈ ചെയ്യുക. അപ്പോൾ ആദ്യം ഇതിനകത്തുണ്ട് സൈബർ ക്രൈം. അപ്പോൾ ആദ്യം നമ്മളെന്ന് വെച്ചാൽ നമ്മളെ ഓരോരുത്തരെയും നാണം കെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു ഫോട്ടോ കിട്ടി, ആ ഫോട്ടോയെ മോർഫിൻ ചെയ്യുക, അത് കൊടുക്കുക. അപ്പോൾ ഇതായിരുന്നു അടുത്തൊരു പ്രോബ്ലം കണ്ട്. ദെൻ ഐഡൻറ്റിഫൈങ് തീഫ് ഫിഷിങ്, അല്ലെങ്കിൽ ഓരോരുത്തരെ ഓരോ ഇതിലേക്ക് വലിച്ചഴിക്കുക. DNS റൈസ് ഓഫ് ബൺസ്ക്യൂൽ അറ്റാക്സ്, സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക്, മലീഷ്യസ് ഇമെയിൽസ്
റാൻസോംവെയർ അറ്റാക്ക് എക്സെട്ര. അപ്പം നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഡോസ് അറ്റാക്ക്, നമ്മളൊരു സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുക, സിസ്റ്റത്തിലുള്ള സാധനങ്ങളെ അറ്റാക്ക് ചെയ്യുക, അങ്ങനെയുള്ള അറ്റാക്കുകളായി. ദെൻ ബാങ്കിങ് വെയർ ഹാക്കിംഗ് ഉണ്ടാകുക, ഓരോന്ന് ഹാക്കിംഗ്, ആൻഡ്രോയിഡ് ഹാക്കിംഗ് ഉണ്ടാക്കുക, നമ്മൾ ഉപയോഗിക്കുന്നതായ ഡേറ്റകൾ ഇതെടുക്കുക, ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. അപ്പം ബാങ്കിനെ ഇത് ചെയ്യുക, അങ്ങനെ പല ഇതുകൾ, പൈസ വെട്ടിക്കുക, പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, നമ്മൾ കൊടുക്കുന്ന നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെ ധാരാളം ക്രൈമുകൾ ഇതിനകത്ത് നടന്നിരുന്നു. ദെൻ ക്രൈം ഏജൻസി, പിന്നെ ആർക്കൊക്കെ എഗൻസ്റ്റ്, ഇൻഡിവിജ്വൽ എഗൻസ്റ്റ് ആയിട്ടാണ്. അപ്പം ഏതൊക്കെ തരത്തിലുള്ള ക്രൈം ഉണ്ടായിരുന്നു? ക്രൈം വൈറസ് ഉണ്ടാക്കുക, ട്രോജൻ പോലുള്ള എന്തെങ്കിലും അഡ്വാൻസ് പ്രോഗ്രാം ഉണ്ടാക്കി വയ്ക്കുക, ഐഡൻറ്റിഫൈ ഫിഷിംഗ്, തീഫ് എന്തെങ്കിലും കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുക, അത് ചെയ്യുക. പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള പ്രോഗ്രാമിനെ അറ്റാക്ക് ചെയ്യുക, ഇമെയിൽസ്, തെറ്റായിട്ടുള്ള ഇമെയിൽസ് അയക്കുക, ബാങ്കിനെ ഇത് ചെയ്യുന്നതൊക്കെ. പിന്നെ ബാങ്കിൽ നിന്നുള്ള പൈസ വെട്ടിക്കാൻ എടുത്തുകൊണ്ട് പോകാനായിട്ട് ധാരാളം ഇതുണ്ട്. ഇപ്പം ഇതൊക്കെയാണ് സൈബർ ക്രൈമുകൾ. പിന്നെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? സൈബർ ക്രൈം അഗൈൻസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിക്കെതിരായിട്ട്. ഒരു വ്യക്തിയെക്കുറിച്ച്, വ്യക്തിക്ക് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ പറയുക. അപ്പം വ്യക്തിക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ അവർ അറിയുക. ഒരു ഇൻഡിവിജ്വൽ ടാർണിഷ് ചെയ്യുന്ന അവൻ്റെ പേരിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അയാൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അയാളുടെ ഫോട്ടോ മോർഫിങ് ചെയ്ത് നമ്മൾ എടുക്കുക. ഇതൊക്കെയാണ് എഗൻസ്റ്റ് ഇൻഡിവിജ്വൽ. ദെൻ എഗൻസ്റ്റ് പ്രോപ്പർട്ടി, നമ്മൾ ഏതെങ്കിലും പ്രോപ്പർട്ടി, നമ്മുടെ വസ്തുക്കൾ, ഈവൻ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ചെയ്തൊരു ഡോക്യുമെൻ്റ് എൻ്റെ പ്രോപ്പർട്ടിയാണ്, ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാം എൻ്റെ പ്രോപ്പർട്ടിയാണ്, അതിനെ നമുക്ക് ടാർണിഷ് ചെയ്യുക, അല്ല അതിനെ എടുക്കുക. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെതിരെ, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ അറിയാം, ഓർഗനൈസേഷനെ കളിയാക്കത്തക്കണം, അല്ലെങ്കിൽ ഓർഗനൈസേഷനെ ടാർണിഷ് ചെയ്യുക, അവരുടെ ഡോക്യുമെൻറ്റ്സ് ചെയ്യുക, അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക, അവരുടെ നടക്കുന്ന പരിപാടികൾ, അവരുടെ പ്രോജക്ട്സ്, ഇതെല്ലാം നമ്മൾ എടുക്കുക. ദാറ്റ് ഇസ് കോൾഡ് എഗൻസ്റ്റ് ഓർഗനൈസേഷൻ. അപ്പം ഇൻഡിവിജ്വൽ എഗൻസ്റ്റ് ആകാം, പ്രോപ്പർട്ടിക്ക് എഗൻസ്റ്റ് ആകാം, ഓർഗനൈസേഷനെതിരെ, സൈബർ ക്രൈം എഗൻസ്റ്റ് സൊസൈറ്റി, സമൂഹത്തിനെതിരായിട്ട് ആകാം. അപ്പം ഒരു സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ സൈബറിനകത്തുള്ള മാത്രങ്ങളല്ല, അതിനകത്തുള്ള മെസ്സേജ് വിടുന്നു എല്ലാം സൈബർ ക്രൈമിൽ വിടും. അപ്പോൾ ഒരാളെ ടാർണിഷ് ചെയ്യാനായിട്ട് അടിക്കുക, ഒരു സൊസൈറ്റിയെ കുറിച്ച് അടിക്കുക, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് നമ്മളേക്ക് എങ്ങനെ വേണമെങ്കിലും ആകാം. സോ എഗൻസ്റ്റ് സൊസൈറ്റി. മോട്ടീവ്സ് എന്താണ്? ഈ ക്രൈമിൻ്റെ എഗൻസ്റ്റ് ആയിട്ടുള്ള മോട്ടീവ്സ് എന്താണ്? ഇതിൻ്റെ ഉദ്ദേശം എന്തൊക്കെയാണ്? ഒന്ന്, പേഴ്സണൽ പ്രോഫിറ്റ് ഓർ ഫിനാൻഷ്യൽ ലൈക്ക് ആക്സസിങ് ബാങ്ക് അക്കൗണ്ട്സ്. അപ്പം ആദ്യത്തെ ഇതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് സ്വന്തമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളുടെ ബാങ്കിലുണ്ട്, പലപ്പോഴും നമുക്ക് വരും, നിങ്ങൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്തു, നിങ്ങൾ ഇപ്പം തന്നെ അറിയും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോകും, ഇങ്ങനെ വരാം. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എഗൻസ്റ്റ് ബാങ്ക് അക്കൗണ്ട്സ്, അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി എപ്പോഴും ബാങ്കുകാരും നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ട് നിങ്ങൾ പിന്നെ ആർക്കും ഷെയർ ചെയ്യരുത്, നിങ്ങളുടെ പേഴ്സണൽ കാർഡ് ആരുടെയും കൊടുക്കരുത്, നിങ്ങളുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം ചൂഷണം ചെയ്യാനായിട്ടുള്ളൊരു സംഗതിയാണ്. ക്രിമിനൽ ഡാമേജസ് ലൈക്ക് വെബ്സൈറ്റ് ഡിഫേസ്മെൻറ്റ്. വെബ്സൈറ്റിനകത്ത് വ്യത്യാസം, ഇപ്പം നമ്മുടെ വെബ്സൈറ്റ് കയറുക, അതിനകത്ത് ഉണ്ടാക്കുക, ചില തെറ്റായ അഭിപ്രായങ്ങൾ വിടുക, ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ് ക്രിമിനൽ ഡാമേജ് ലൈക്ക് വെബ്സൈറ്റ് സാറ്റിസ്ഫൈ ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി. അപ്പോൾ നമുക്ക് വ്യക്തമായി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാം. ചില കാര്യങ്ങൾ നമ്മൾ ചൂഷണം ചെയ്തെടുത്തു, അവൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു, അല്ലെ അയാളെ കുറിച്ച്. ഇപ്പം ഇത് ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി, അയാളെ അതെങ്ങനെ ചെയ്തു, എന്തൊക്കെയാണ് ചെയ്തത്, ഇങ്ങനെ അറിയാം. ദറ്റ് ഈസ് കോൾഡ് ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി. ദെൻ ഫോർ റിവെഞ്ച്, ആരോടെങ്കിലും പകരം വീട്ടാൻ വേണ്ടി. അപ്പം ഒരു ക്രിമിനൽ സൈബർ ക്രൈം ചെയ്യാനായിട്ട് പേഴ്സണൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗെയിം ആകാം, ക്രിമിനൽ ഡാമേജ്, ഒരു ഒരെണ്ണത്തിൽ എന്തെങ്കിലും ക്രിമിനൽ ഡാമേജ് വരുത്താനുണ്ടാകാം, ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി, നമുക്ക് നമ്മുടെ താല്പര്യം അല്ലെങ്കിൽ റിവെഞ്ച്.
എന്തെങ്കിലും റിവെഞ്ചിന് വേണ്ടിയിട്ട് എടുക്കാം. എസ്റ്റാബ്ലിഷ് റെസ്പെക്ട് ആൻഡ് പവർ എമംഗ്സ് ഓൺലൈൻ കമ്മ്യൂണിറ്റീസ്, അല്ലെങ്കിൽ നമുക്ക് നല്ല കാര്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പം സൈബർ ക്രൈം നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ മുകളിൽ നമുക്ക് ഇത് കഴിവുണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഒരു അടിച്ചമർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരെണ്ണമായിട്ട് മാറുന്നു. അപ്പം മോട്ടീവ്സ് ബിഹൈൻഡ് സൈബർ ക്രൈംസ് പേഴ്സണലാകാം, ഒരു ക്രിമിനൽ ഡാമേജ് എന്തെങ്കിലും ഉണ്ടാക്കുന്നതാകാം, ഇൻ്റലിജൻസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നതാകാം, പകരം വീട്ടാനാകാം, റെസ്പെക്ട് എടുക്കട്ടെ, ഒരു സമൂഹത്തിന് നിലയും വിലയും കിട്ടാനായിട്ടാകാം, കൗണ്ടർ ബോർഡർ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളിൽ ബോർഡം മാറ്റാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ടാർഗറ്റ് ഗ്രൂപ്പ് ഏതൊക്കെയാണ്? യങ് പീപ്പിൾ ആൻഡ് മെൻ ഹു ആർ യൂസ് ഇന്റർനെറ്റ്. ഇത് ഇവരുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് രഹസ്യങ്ങൾ ചോർക്കുക, അവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുക, അക്കൗണ്ടിൽ കൂടെ ഇരിക്കുക, റിക്വസ്റ്റ് ചെയ്യുക, പൈസ വാങ്ങിക്കുക, ഇതൊക്കെയാണ്. ദാറ്റ് ഇസ് യങ് പീപ്പിൾ ആൻഡ് മെൻ യൂസ് ഇന്റർനെറ്റ്. കൂടുതലും കൊച്ചു ആൾക്കാരാണ്, കൂടുതലും നമുക്ക് യങ്സ്റ്റേഴ്സിനെയാണ്, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് ഇച്ചിരി സാമ്പത്തികമുള്ള ആൾക്കാരായിരിക്കും. മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺസ് യൂസേഴ്സ്. അപ്പം അടുത്ത യങ്സ്റ്റേഴ്സിനെയാണ് മെൻ യൂസിങ് ഇന്റർനെറ്റ് ആണെങ്കിൽ, അടുത്ത മൊബൈൽ ഫോൺസ്, സ്മാർട്ട് ഫോൺസ്. മൊബൈൽ ഫോണിൽ കൂടെ നമുക്ക് ഇത് കയറുക, എന്നിട്ട് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാം. പബ്ലിക് വൈഫൈ സിസ്റ്റം, നമ്മൾ എവിടെയെങ്കിലും പോയിപ്പോൾ പബ്ലിക് വൈഫൈ സിസ്റ്റം ഉപയോഗിക്കുക, അവരുടെ അത് ഹാക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും പോയിരുന്നു വൈഫൈ ഉണ്ടെന്ന് പറഞ്ഞു, അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ രഹസ്യങ്ങൾ അവർക്ക് കിട്ടി. അപ്പം പബ്ലിക്കിൽ വൈഫൈ യൂസ് ചെയ്യുന്നവരാകാം. അപ്പം യങ് പീപ്പിൾ ആൻഡ് മെൻ ആകാം. ദെൻ മൊബൈൽ ഫോൺ ആൻഡ് സ്മാർട്ട് ഫോൺ യൂസേഴ്സ് ആകാം. ദെൻ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുന്നവരായിരിക്കാം കൂടുതൽ ഇവരെ അറ്റാക്ക് ചെയ്യുന്നത്. കാറ്റഗറി ഓഫ് ആൻ ഒഫൻഡർ, ഒരു ഒഫൻഡർ സ്വഭാവം സ്ക്രിപ്റ്റ് കിഡീസ് ആണ്. ഇവരെല്ലാം വെച്ച് കഴിഞ്ഞാൽ വലിയ കഴിവൊന്നും ഉണ്ടായിരിക്കില്ല. ഇവരെ ഏതെങ്കിലും ഒരു ടൂളിനകത്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരാകാം, വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ചെയ്യാൻ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് സ്ക്രിപ്റ്റ് കിഡീസ്. ദെൻ സൈബർ പുക്സ്, ഇന്റൻഷൻ ടു അറ്റാക്ക്, ആരെങ്കിലും ഒന്ന് അറ്റാക്ക് ചെയ്ത് പൈസ എടുക്കണമെന്ന് ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ചതിക്കണമെന്ന് ആഗ്രഹമുള്ളത് പങ്ക്സ്. ദെൻ ഇന്റേണൽസ്, ഏതെങ്കിലും ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷനോ അകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാകാം. ദ കോഡേഴ്സ് ഹു ആർ കൈൻഡ്ലി കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർ ആകാം, അവരായിരിക്കാം ചിലപ്പോൾ ഇത് ചെയ്യുന്നത്. ദെൻ ഓൾഡ് ഗാർഡ് ഹാക്കേഴ്സ്, കാരണം ഏതെങ്കിലും കാരണം ഒരു സിസ്റ്റം കുഴപ്പമുണ്ടാകുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയിക്കാനുള്ളവർക്ക് പ്രൊഫഷണൽ ക്രിമിനൽസ് ആയിരിക്കാം ഇത് ഉപയോഗിക്കുന്നത്. ഒഫൻഡർ ആൻഡ് സൈബർ ടെററിസ്റ്റ്, അതായത് സൈബറിൽ കൂടെ നമ്മളെ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുക, അതാണ് സൈബർ ടെററിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സൈബർ ക്രൈം ആൻഡ് സൈബർ സെക്യൂരിറ്റി. എന്തൊക്കെയാണ് കാര്യങ്ങളാണ് സൈബർ സെക്യൂരിറ്റിയെ ബാധിക്കുക, അല്ലെങ്കിൽ അഫക്റ്റിംഗ് സൈബർ ക്രൈം, അല്ലെങ്കിൽ അത് എന്തൊക്കെ കൊണ്ടാണ് ഇത് കാരണങ്ങൾ? ഒന്നാമത്തെ കാര്യം, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഓഫ് ഡെവലപ്പിംഗ് എക്കണോമി. അവർ വളരുന്ന രാജ്യങ്ങളിൽ അവരുടെ സ്വഭാവം ബാക്കിയുള്ള കാര്യങ്ങളാകാം ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഏത് കമ്പനി വളരുമ്പോഴും അതിന് എഗൻസ്റ്റ് ആയിട്ട്, കമ്പനിക്കെതിരായിട്ടാകാം, ഇൻഡിവിജ്വലിനെതിരായിട്ടാകാം, അപ്പം ഡെവലപ്പിംഗ് എക്കണോമിയെ ബാധിക്കുന്ന അഫക്റ്റിംഗ് ആണ് ആദ്യം സൈബർ ക്രൈം ബാധിക്കുക. ദെൻ സെക്കൻഡ്, കൾച്ചർ ആൻഡ് ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് ഇത് അഫക്റ്റ് ചെയ്യാം. അപ്പം ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ഇപ്പം എൻ്റെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പനിയുടെ രഹസ്യങ്ങൾ അതിൻ്റെ സ്വഭാവത്തെയും അല്ല എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു, എന്തൊക്കെയാണ് അവരുടെ പ്ലാൻ, എങ്ങനെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കും. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യുന്ന എക്കണോമിക് ആൻഡ് സോഷ്യൽ കാറ്റഗറീസ് ആകും. ദെൻ കൾച്ചർ ആൻഡ് ഇൻഫർമേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. കൾച്ചർ ഒരു രാജ്യത്തെ സംസ്കാരത്തെ, ഒരു കാര്യത്തിൻ്റെ പ്രശ്നങ്ങളെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ ബാധിക്കും. ദെൻ ഹ്യൂമൻ ക്യാപിറ്റൽ, ജനങ്ങളെ ബാധിക്കും. ദെൻ ടെക്നോളജിയെ ബാധിക്കും. സൈബർ ലോ, അങ്ങനെ സൈബർ ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സൈബർ ലോ എന്ന് പറയുന്നത് എങ്ങനെ ക്രൈം നടക്കുന്ന, അതിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം, എങ്ങനെ ശിക്ഷിക്കാം എന്നുള്ള കാര്യം, എങ്ങനെ ആൾക്കാർ രക്ഷിക്കാം, അത് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പം സൈബർ ലോയിൽ ഇമെയിൽ കൺസിഡർ ആസ് എ വാലിഡ് ആൻഡ് ലീഗൽ ഫോം ഓഫ്
കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആദ്യം സൈബർ ലോ ഉണ്ടായപ്പം ഈ ഇന്റർനെറ്റ് ഇത് ഇമെയിൽ എന്ന് പറയുന്ന സാധനത്തിന് അതിനകത്തൂടെ വരുന്ന എഴുത്തുകൾ നമ്മൾ ലീഗൽ വാലിഡിറ്റി കൊടുത്തു. അതിന് സൈൻ വേണമെന്നില്ല. ലീഗൽ വാലിഡിറ്റി ഡിജിറ്റൽ സിഗ്നേച്ചർ കൊടുക്കാനായിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചറാണ് നമ്മൾ അടുത്ത ഇത് ചെയ്തത്. അപ്പം ഡിജിറ്റൽ സിഗ്നേച്ചർ കൊടുക്കും, അത് വാലിഡ് ആണ്. അപ്പം ഇമെയിൽ ഡോക്യുമെൻ്റ് ആയിട്ട് കഴിയും. ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ പേഴ്സണലി നമ്മൾ അവിടെ പോയി പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ നമ്മുടെ സിഗ്നേച്ചർ അയച്ചു കൊടുത്താൽ മതി. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും കമ്പനീസ് ഒക്കെ നമ്മൾ നേരത്തെ ഒന്ന് ഒപ്പിട്ട് വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ ഒപ്പിട്ട് വാങ്ങിക്കേണ്ട കാര്യമില്ല, അത് ഡിജിറ്റലായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം നടത്താൻ പോകണമെങ്കിൽ ഓഫീസുകളിൽ പോയി ക്യൂ നിൽക്കേണ്ട, പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം, നമുക്ക് ഓൺലൈനിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ സൈബർ ലോ ഓൺലൈനിൽ കിട്ടുന്ന കാര്യങ്ങൾക്ക് നിയമമായ സാധ്യതകൾ കൊടുത്തു. നോട്ടീസ് ഓൺ ഇന്റർനെറ്റ് ത്രൂ ഈ ഗവർണൻസ്. അപ്പം നമുക്ക് എന്തെങ്കിലും അറിയിക്കാനായിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് അറിയിക്കാം, അതിന് ലീഗൽ വാലിഡിറ്റി കൊടുക്കും. ഗവൺമെന്റ് എന്തെങ്കിലും ആരെങ്കിലും അറിയിക്കുകയാണെങ്കിൽ ആ ഒരു സാധനത്തിന് ലീഗൽ വാലിഡിറ്റി കൊടുത്തു. ഇപ്പം രണ്ട് കമ്പനീസ് എന്തെങ്കിലും കാര്യങ്ങൾ അയക്കുമ്പോൾ അവർ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ഇമെയിൽ വാലിഡായിട്ട് നമ്മൾ എടുക്കും, അല്ലെങ്കിൽ ഇത് ആ പരിധിയിൽ വരും. സൈബർ ക്രൈം ഓഫ് എനി കൈൻഡ്സ് ഓഫ് പനിഷ്മെന്റ്. ഏത് സൈബർ ക്രൈം അതിന് പനിഷ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഇമെയിലിനെ കൺസിഡർ ചെയ്തു, ഡിജിറ്റൽ സിഗ്നേച്ചറിന് വാലിഡിറ്റി കൊടുത്തു, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നിയമപരമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. എല്ലാവിധ നിയമ സാധുതകളും ഈ പറയുന്ന കാര്യങ്ങൾക്കുണ്ട്. ഒരാൾ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ദാറ്റ് ട്രീറ്റ്മെന്റ് ഈക്വലി ആസ് എ ഡോക്യുമെന്റ്. ലീഗൽ വാലിഡിറ്റി ആൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ നമുക്കിപ്പോൾ നേരിട്ട് ഒരാളാകണമെന്നില്ല, ഡിജിറ്റൽ സിഗ്നേച്ചർ കൊടുത്ത് അത് വാലിഡ് ആണ്. അതാണ് സൈബർ ലോയിൽ പറയുന്നത്. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ പണ്ട് പ്രിന്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കേൾക്കുന്നത്, ഇപ്പോൾ പ്രിന്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല, മെയിൽ അയച്ചാൽ മതി. മെയിൽ എല്ലാം വാലിഡ് ആണ്. ഗവൺമെന്റ് നോട്ടീസ് അല്ല നമ്മൾ ഇന്റർനെറ്റിൽ കൂടെ വേണം കൊടുക്കുക. ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഗവൺമെന്റ് അറിയിക്കാനുണ്ട്, നിങ്ങളുടെ ഇൻകം ടാക്സ് ശരിയായില്ല, ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യേണ്ട സമയമായി. അപ്പോൾ ഗവൺമെന്റ് നോട്ടീസ് ഒക്കെ ഇന്റർനെറ്റിൽ കൂടെ നമുക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഇതുകൊണ്ട് അങ്ങനെ അയക്കുന്നതിന് വാലിഡിറ്റി ഉണ്ടാകും. പിന്നെ കമ്മ്യൂണിക്കേഷൻ കമ്പനീസ് ബിറ്റ്വീൻ കമ്പനീസ് ആൻഡ് ഗവൺമെന്റ് ക്യാൻ ബി ഡൺ ത്രൂ ഇന്റർനെറ്റ്. എന്ത് ഒരു കമ്പനിയിൽ നിന്ന് ഒരു കമ്പനിക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു അക്സെപ്റ്റൻസ് ലെറ്റർ അറിയിക്കണമെന്നുണ്ടെങ്കിൽ, ഇതെടുക്കണമെന്നുണ്ടെങ്കിലും ഇന്റർനെറ്റിൽ കൂടെ ചെയ്യാം. അപ്പം എനി ക്രൈം ഓഫ് എനി കൈൻഡ് ഈസ് പനിഷബിൾ. സൈബറിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പനിഷബിൾ ആണ്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ഒരെണ്ണം പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ നമുക്കതിനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യാം. അപ്ലോഡിങ് ദ കമ്പ്യൂട്ടേഴ്സ് റെഗുലർലി. അപ്ഡേറ്റിംഗ് കമ്പ്യൂട്ടർ, പഴയ കമ്പ്യൂട്ടർ വെച്ചിട്ട് ചെയ്തത് എപ്പോഴും നമുക്ക് കഴിയുന്നത്രയും അപ്ഡേറ്റിംഗ് കമ്പ്യൂട്ടേഴ്സ് മാത്രമേ ഉപയോഗിക്കൂ. പല കമ്പ്യൂട്ടറിനകത്തും പല സംഗതികൾ ഉപയോഗിക്കാൻ പറ്റില്ല. പല കമ്പനികളും പല പ്രോഗ്രാംസും അതിനകത്ത് ഓൾറെഡി ഇതായിരിക്കും. ചില കമ്പനികളുടെ പ്രോഗ്രാം ചില കമ്പനികളിൽ വർക്ക് ചെയ്യല. അപ്പം അപ്ഡേറ്റ് ദ കമ്പനീസ് റെഗുലർലി. നമ്മൾ വാങ്ങിക്കുന്ന കമ്പ്യൂട്ടറാണെങ്കിൽ അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. സെറ്റിംഗ് സ്ട്രോങ് പാസ്വേഡ്. അപ്പം നമ്മൾ ക്രൈം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഏതെങ്കിലും കാരണവശാലും നമ്മുടെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നമ്മുടെ ഫോണോ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഒരേ പാസ്വേഡ് തന്നെ കുറേ നാളത്തേക്ക് ഉപയോഗിക്കും. നമ്മൾ പാസ്വേഡ് വേണം. പലരുടെയും പാസ്വേഡ് എവിടെയെങ്കിലും എഴുതി വെക്കും, അല്ലെ പാസ്വേഡ് എവിടെയും കമ്പ്യൂട്ടർ തന്നെ വെക്കും. അല്ലെങ്കിൽ ഏറ്റവും നമ്മൾക്ക് ഓർക്കാൻ പറ്റുന്നതായ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ബർത്ത്ഡേ ആയിരിക്കാം, ഇതൊന്നും നമ്മൾ സൈബർ ക്രൈം പ്രിവെന്റ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല. ഒരേ പാസ്വേഡ് തന്നെ കുറേ സമയത്തേക്ക് ഉപയോഗിക്കുക. ഒരേ സമയത്ത് തന്നെ പല പാസ്വേഡ് തന്നെ ഒരേ സമയം ഉപയോഗിക്കുന്നു. ഒരേ പാസ്വേഡ് തന്നെ ഇത് ഉപയോഗിക്കുന്നു. പാസ്വേഡ് ഇടയ്ക്ക് മാറ്റണം. എന്നിട്ട് നമ്മൾ നോക്കണം എന്തൊക്കെയുണ്ട്, എങ്ങനെ ശരിയാകുന്നു നോക്കും. പ്രിവെന്റിങ് ക്രൈം ആണെങ്കിൽ അപ്ഡേറ്റ് കമ്പ്യൂട്ടേഴ്സ് റെഗുലർ ചെയ്യണം. സ്ട്രോങ് പാസ്വേഡ് അതിനകത്ത് ഉണ്ടാക്കണം. പാസ്വേഡ് എവരി സർവീസ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പാസ്വേഡ് ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കണം.
Then changing password regularly. Password varies service used online. Our password changing password regularly. Protecting the computer with security software. അപ്പോൾ കമ്പ്യൂട്ടർ ആർക്കും തുറക്കാൻ പാടില്ലാത്ത രീതിയിൽ കമ്പ്യൂട്ടറിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. Then being careful the sharing personal information. നമ്മൾ എപ്പോഴെങ്കിലും ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ സൂക്ഷിച്ച് നമ്മൾ കൊടുക്കുക. അപ്പം പ്രിവെൻറ്റിങ് സൈബർ ക്രൈമിനകത്ത് ഒന്ന് അപ്ഡേറ്റ് ദ കമ്പ്യൂട്ടർ, സെറ്റിംഗ് സ്ട്രോങ് പാസ്വേഡ്, സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് എടുക്കുക, ഒരേ പാസ്വേഡ് പല സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. യൂസിങ് ദ സെയിം പാസ്വേഡ് ഉപയോഗിക്കുക. ചേഞ്ചിങ് ദ പാസ്വേഡ് റെഗുലർലി നമ്മൾ പാസ്വേഡ് മാറ്റിയാണ്. പ്രൊട്ടക്ട് ദ കമ്പ്യൂട്ടർ വിത്ത് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഏത് കമ്പ്യൂട്ടർ എടുത്താലും അതിന് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ തന്നെ ചെയ്യുക. കെയർഫുൾ ഷെയറിങ് പേഴ്സണൽ ഇൻഫർമേഷൻ. ആര് ചോദിച്ചാലും നമ്മളെ പേഴ്സണൽ ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. എക്സാമ്പിൾ ഇപ്പം നമ്മുടെ KYC നോ യുവർ കസ്റ്റമർ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വന്നിട്ട് ഒരു മെസ്സേജ് വരും, ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറയുക. ഒരു ഉദാഹരണം ഇപ്പം വരുന്നതാണ്, എല്ലാവർക്കും വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഒരെണ്ണം പറയാം. നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്ത് ശരിയായില്ല, ഇൻകം ടാക്സിൻ്റെ നോക്കണം. നമ്മൾ റിട്ടേൺ ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ഇതൊന്നും നോക്കില്ല. അപ്പം നമ്മൾ എങ്ങനെ ഇത് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാസ്വേഡ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാം. പ്രത്യേകിച്ച് പല ആൾക്കാരുടെ എന്ന് വെച്ചാൽ പേര് കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പാസ്വേഡ് വരുന്നത്. അപ്പം അത് ശരിയല്ല. അപ്പം ചേഞ്ചിങ് പാസ്വേഡ് റെഗുലർലി ഉപയോഗിക്കാം. പ്രൊട്ടക്ട് ദ കമ്പ്യൂട്ടർ വിത്ത് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിന് ഒരു സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ അത് ഇടണം. കെയർഫുൾ ഷെയറിംഗ് ദ പേഴ്സണൽ ഇൻഫർമേഷൻ. അത് എല്ലായിടത്തും എപ്പോഴും ബാങ്കുകാരും എല്ലാം പറയുന്നതാണ്, നിങ്ങൾ പേഴ്സണൽ ഇൻഫർമേഷൻ ആർക്കും കൊടുക്കരുത്. ബീങ് കോഷ്യസ് അബൌട്ട് എനി സ്ട്രേഞ്ച് ഇമെയിൽ. സപ്പോസ് ഏതെങ്കിലും ഒരു ഇമെയിൽ സ്ട്രേഞ്ച് ഇമെയിൽ വന്നിട്ട് ആ ഇമെയിലിനകത്ത് പറയും നിങ്ങൾ ഇന്ന അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന പൈസയാണ്, ഇത്ര ലക്ഷം രൂപയുണ്ട്. അത് കൂടുതൽ ഇപ്പം വരുന്ന പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഇത്ര രൂപ ക്രെഡിറ്റ് ചെയ്യാൻ, ലോണിലേക്ക് ഇത്ര രൂപ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും, ഇത്ര രൂപ ഞങ്ങൾ ലോണായിട്ട് തരാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര രൂപ തരാൻ. ദെൻ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വിൽ ജോയിൻ. അപ്പോൾ ഇവർ എങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളെ പല രഹസ്യങ്ങളും അവരുടെ കയ്യിലേക്ക് പോകും. ദെൻ നോട്ട് റെസ്പോണ്ടിങ് ടു ഇമെയിൽ മെസ്സേജ് ആസ്കിങ് ഫോർ പേഴ്സണൽ ഇൻഫർമേഷൻ വരുന്ന ഒന്നും നമ്മൾ ആർക്കും കൊടുക്കരുത്. പേയിങ് അറ്റൻഷൻ ടു പ്രൈവസി പോളിസീസ് ഓൺ വെബ്സൈറ്റിനകത്ത് എന്തൊക്കെയാണ് പ്രൈവറ്റ് പോളിസികൾ നമ്മൾ പറയുക, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഗാർഡിങ് വൺസ് ഇമെയിൽ അഡ്രസ്. സ്വന്തം ഇമെയിൽ അഡ്രസ്സ് കഴിയുന്നത്രയും ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. കാരണം ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അത് നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് എടുക്കാനും ബാക്കിയുള്ളതൊക്കെയാണ്. അപ്പം ഗാർഡിങ് ദ വൺസ് ഇമെയിൽ അഡ്രസ്സിൻ്റെ പല കാര്യങ്ങളും വെച്ചിട്ട് ഇപ്പോൾ പേ അറ്റൻഷൻ ടു പ്രൈവസി പോളിസി ഇൻ ദ വെബ്സൈറ്റിലൊക്കെ പ്രൈവറ്റ് പോളിസികൾ കൊടുക്കുക. ദെൻ ഗാർഡ്സ് വൺസ് ഇമെയിൽ അഡ്രസ്. നമ്മുടെ സ്വന്തം ഇമെയിൽ അഡ്രസ് നമ്മൾ സൂക്ഷിക്കണം. ബാങ്ക് ആൻഡ് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് റെഗുലർലി റിവ്യൂ. ഇതെടുത്ത് വെച്ച് നോക്കണം, ഇടയ്ക്ക് ആരെങ്കിലും പൈസ പിൻവലിച്ചിട്ടുണ്ടോ, എടുത്തിട്ടുണ്ടോ, ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. ദെൻ സൂപ്പർവൈസ് യൂസ് ഓഫ് ഇലക്ട്രോണിക് കാർഡ്സ് ആൻഡ് അഡോളസൻസ്. Then ensuring the informed use of social media and awareness of basic security and relevant as well as gadgets, especially in the children and adolescents. അപ്പം ഒരു ആവശ്യമില്ലാത്ത ഒരു മെയിലിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാതെ പോകാം. പ്രൈവസി പോളിസി നമ്മൾ കേൾക്കാനൊക്കെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ക്രെഡിറ്റ് കാർഡ് ഇടയ്ക്കിടയ്ക്ക് റെഗുലർ നമ്മൾ നോക്കുക. ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സ് ആൻഡ് അഡോളസൻസ്. അപ്പം ഇതിൻ്റെ ഗാഡ്ഗറ്റ്സ് ഒക്കെ ഉപയോഗിക്കും. കുട്ടികളെ വലിയവരെ നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. സോഷ്യൽ മീഡിയ ആൻഡ് അവയർനെസ് ബേസിക് സെക്യൂരിറ്റി ഓഫ് ഇന്റർനെറ്റ് ആസ് വെൽ ആസ് targeted especially in children, adolescents. Media violence, effect and violence crime. Theories of media violence. അപ്പോൾ മീഡിയ വയലൻസ് വെച്ചാൽ മീഡിയയിലോടുള്ള വയലൻസ് അല്ല, മീഡിയ കണ്ടിട്ട് ജനങ്ങളുണ്ടാകുന്ന രണ്ട് രീതിയിലാണ് ജനങ്ങൾക്ക് മാറ്റം വരുന്നത്. ഒന്ന്, ഒരു പ്രോഗ്രാം കണ്ടിട്ട് മനസ്സ് മാറ്റം വരിക, അല്ലെങ്കിൽ മനസ്സ് മാറ്റം ഉള്ളത് കൊണ്ട് അതേ രീതിയിലുള്ള പ്രോഗ്രാം കാണുക, എന്ത് വേണേലും ആകാം. അപ്പം എപ്പോഴും വയലൻസ് പറയുന്ന TV അത് എങ്ങനെ ബാധിക്കുന്നു? തിയറീസ് ഓഫ് മീഡിയ വയലൻസ്. സോഷ്യൽ ലേണിംഗ് അപ്രോച്ചസ്. അപ്പം എന്തെങ്കിലും ഒരു വയലൻസ് കണ്ടു കഴിഞ്ഞാൽ അത് ജനങ്ങൾ കണ്ടുപഠിക്കുക.
പിന്നെ കാറ്റലിസ്റ്റ് മോഡലുണ്ട്. അത് നമ്മൾ പറയുന്നതനുസരിച്ച് നമ്മൾ എഴുതിയെടുത്ത് അതിൻ്റെ വെക്കുക. ദെൻ കാറ്റലിസ്റ്റ് മോഡൽ എന്ന് വെച്ചാൽ യാതൊരു വ്യത്യാസം എന്താണെന്നാലും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നുള്ളത് കാറ്റലിസ്റ്റ് മോഡൽ. അപ്പം മെയിൻ ഒരു സാധനത്തിന് വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷെ ബാക്കിയുള്ളതിനൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പം തിയറീസ് ഓഫ് മീഡിയ വയലൻസ് സോഷ്യൽ ലേണിംഗ് ഒന്ന് കണ്ടുപിടിച്ച് ജനങ്ങളെ കണ്ട് ഇത് ചെയ്യാണ്. രണ്ട്, ഒരു കാറ്റലിസ്റ്റ് മോഡൽ. ഈ മോഡൽ മറ്റേതിനകത്തെ പോലെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. പിന്നെ നമ്മളെല്ലാം ചെയ്ത് കണ്ടിട്ട് നമ്മൾ നമ്മുടേതായ ഒരു സ്വഭാവം രൂപീകരിച്ചെടുക്കുക. അപ്പോൾ ഇത്രയാണ് മീഡിയ വയലൻസ് ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് നമുക്ക് മീഡിയ വയലൻസ് നമ്മൾ കുറയ്ക്കാനായിട്ട്? ഇപ്പം എപ്പോഴും നമ്മൾ മീഡിയയിൽ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മീഡിയ വയലൻസ് നമ്മൾ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് മീഡിയയിൽ പലപ്പോഴും വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കും. ഒന്ന് വയലൻസ്, എവിടെയെങ്കിലും രാജ്യത്ത് നടക്കുന്ന വയലൻസ്. എക്സാമ്പിൾ, നമ്മളിപ്പോൾ നിയമമുണ്ട്, ഒരു വയലൻസ് ഒരു കുട്ടിയെ അടിക്കുന്ന കാണിക്കുന്നു, പക്ഷെ ഒരിക്കലും നമ്മൾ കുട്ടിയെ കാണിക്കില്ല, കുട്ടിയുടെ രൂപം നമ്മൾ കാണിക്കില്ല. ഏതെങ്കിലും ഒരു എന്തെങ്കിലും അപമാനത്തിനായി ഇരയെ നമ്മൾ കാണിക്കുകയില്ല, അതിജീവനെ നമ്മൾ ഒരിക്കലും നമ്മൾ കാണിക്കുകയില്ല. അപ്പം തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്തൊക്കെയാണ്? ഒന്ന് സോഷ്യൽ ലേണിംഗ് ആണ്, ഒന്ന് സൊസൈറ്റിയിൽ നിന്ന് പിടിക്കുക. അപ്പം ഏതെങ്കിലും ഒരു ടി വിയിൽ ഇത് കാണുമ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ട് അത് നമ്മൾ പകർത്താൻ ഇടവരും. അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ എന്തൊക്കെയാണ് വയലൻസ് ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് മീഡിയയിൽ ഉണ്ടാകുന്നത്? ഇതിനകത്ത് മീഡിയയുടെ ഡിബേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം 1-2 സീരിയൽ നമുക്ക് കാണാൻ വരുമ്പോൾ വാശി, വൈരാഗ്യം, കൊലപാതകം ഇങ്ങനെയൊക്കെയുള്ളത് നമ്മൾ കാണിക്കുന്നു. അപ്പോൾ പബ്ലിക് ഡിബേറ്റ്, ഇത് ശരിയാണോ അല്ലയോ, ഇത് വേണ്ട കാര്യമുണ്ടോ, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പം പൊളിറ്റീഷ്യനെ ആകാം, സ്ഥലത്തുള്ള ആൾക്കാരെ ആകാം, ഇവരെയൊക്കെ വിളിച്ച് ടീച്ചേഴ്സിനെ ആകാം, ഇവരെ എല്ലാം കൂടി കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു ഡിസ്കഷൻ, പബ്ലിക് ഡിബേറ്റ്, ശരിയാണോ അല്ലയോ, ഇന്ന സീരിയൽ കാണുന്നത് ശരിയാണോ, ഇന്ന സീരിയൽ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടോ. പിന്നെ റിസർച്ച് നടത്തുമ്പോഴത്തെ കുഴപ്പമെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള സാമ്പിൾ കിട്ടാനായിട്ട് പാടായിരിക്കും. സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിനൊരു നിയമം, ഒരു തിയറിയുടെ ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ നമുക്ക് പാടായിരിക്കും. പിന്നെ കൂടുതലും വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രശ്നമായിരിക്കും. അപ്പം ഇവിടെ വയലൻസിനെ റെഡ്യൂസ് ചെയ്യാൻ എന്ത് പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിനകത്ത് പബ്ലിക് ഡിബേറ്റ് നടത്തുക, പൊളിറ്റീഷ്യൻസിനെ ഇൻക്ലൂഡ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, ഡെവലപ്പിംഗ് എ പ്രൊഫഷണൽ കോഡ്സ് ഓഫ് കോണ്ടാക്ട് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ ഫോർ പ്രൊഡ്യൂസേഴ്സ്. നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ, ഏത് സീരിയലുണ്ടാക്കുമ്പോൾ എന്തുണ്ടാക്കുമ്പോഴും ഇതിന് ചില കോണ്ടാക്ട്സ് ഉണ്ടാക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ കുട്ടികളെ നമ്മൾ കാണിക്കാൻ പാടില്ല, കുട്ടികളെ തന്നെ വയലൻസ് നമ്മൾ കാണിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സേർട്ട് വലിക്കുക നമ്മൾ കാണിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഹെൽമെറ്റ് ധരിക്കാതെ വണ്ടി ഓടിക്കുക നമ്മൾ കാണിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് നമ്മൾ വരും. അപ്പോൾ ഒരു സെൽഫ് ഡിസിപ്ലിൻ നമുക്കുണ്ടാവും, കാരണം ഇത് ധരിക്കാതിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഇന്നോവേറ്റീവ് ഫോംസ് ഓഫ് മീഡിയ എഡ്യൂക്കേഷൻ ടു ക്രിയേറ്റ് കമ്പോണന്റ് ആൻഡ് ക്രിട്ടിക്കൽ മീഡിയ യൂസസ്. അപ്പം ഇത് ബോധം ഉണ്ടാക്കാനൊരു ബാക്കിയുള്ള എന്ന് നമ്മൾ അപ്പം ഇന്നോവേറ്റീവ് ഫോംസ് ഓഫ് മീഡിയ എഡ്യൂക്കേഷൻ, അത് എങ്ങനെ നമ്മൾ ഇതിനകത്തോടെ പഠിക്കാം, ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. അപ്പം അവർ നമ്മൾ ചോദിക്കാൻ, ആദ്യം പബ്ലിക് ഡിബേറ്റ്സ് നടത്തുക, പ്രൊഫഷണൽ കോഡ്സ് ഓഫ് കോണ്ടാക്ട് ഓരോരുത്തരും നടത്തുക, എങ്ങനെയായിരിക്കണം, ഇതിൻ്റെ ആൾക്കാർ എങ്ങനെയായിരിക്കും ചെയ്യണം എന്നുള്ളവർ. പിന്നെ എഡ്യൂക്കേഷൻ ക്രിയേറ്റ് കമ്പോണൻസ് ആൻഡ് മീഡിയ യൂസേഴ്സ്, ദെൻ മീഡിയ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉണ്ടാകുന്നത്? അപ്പം ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ആൾക്കാർ മീഡിയയ്ക്ക് ഒരു രീതിയിലാണ് അട്രാക്റ്റ് ആകുന്നത്. അപ്പോൾ ചിലപ്പം ഏതെങ്കിലും ഒരു സീരിയലാണെങ്കിൽ വലിയവരായിരിക്കാം, അപ്പോൾ കാർട്ടൂണാണെങ്കിൽ പിള്ളേരായിരിക്കാം. അപ്പം ഒരു കുട്ടികളുടെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം എറിക്സൺ പറഞ്ഞിരിക്കുന്ന സമയം, ഒരു ഏജ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്, 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെ കുട്ടി എന്ത് പഠിക്കും, 2 വയസ്സ് വരെ 3 വയസ്സ് വരെ കുട്ടി എന്ത് പഠിക്കുന്നു, 3 വയസ്സ് 4 വയസ്സ് അഡോളസൻസ് സ്റ്റേജിൽ എങ്ങനെ. അപ്പം ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനകത്ത് ഇതിന് വളരെ പോസിറ്റീവായിട്ട് കുട്ടികൾക്ക് അറിവ് കൊടുക്കാനായിട്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇതെല്ലാം മീഡിയ ചെയ്യുന്നുണ്ട്. ദെൻ മീഡിയ ആൻഡ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ്, മീഡിയ ആൻഡ് കോഗ്നേറ്റീവ് അവൻ്റെ ഏജിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനായിട്ടുള്ളതായ ഒരു ഡെവലപ്മെൻറ്റ് മീഡിയ വരുത്തുന്നുണ്ട്. ദെൻ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഓൺ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, എൻഗേജ്മെൻറ്റ്, റിസ്കി ബിഹേവിയർ. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരെണ്ണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയയുടെ റിസ്കി ബിഹേവിയർ, അപകടകരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് അതിന് കണ്ടമാന നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സാമ്പിൾ, ഇപ്പോൾ റോഡിൽ കൂടെ അപകടകരമായിട്ട് വരുന്ന ഒരു ബൈക്ക് ഓടിച്ചു,
ബൈക്ക് ഓടിച്ച് കഴിഞ്ഞിട്ട് അതെടുത്ത് ആരെങ്കിലും മീഡിയ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ്. അപ്പോൾ അതിനെതിരായിട്ട് നമുക്ക് കേസ് എടുക്കാൻ പറ്റും. അപ്പം ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് ഇങ്ങനെയുള്ളത് കാണുമ്പോൾ വീണ്ടും കൂടുതൽ ആൾക്കാർക്ക് റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രവണത ഉണ്ടാവും. അതാണ് അതിൻ്റെ നെഗറ്റീവ്. ദെൻ മീഡിയ ആൻഡ് ഇറ്റ്സ് ലിങ്ക് ടു മെന്റൽ ഹെൽത്ത് ഓഫ് പീപ്പിൾ, സെൻട്രി ബിഹേവിയർ ആൻഡ് ഇമ്പാക്ട് ഇൻ സ്ലീപ്പ്. അപ്പോൾ കൂടുതൽ സമയം ഇത് കാണുന്നുണ്ടെങ്കിൽ മെന്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യത്തെ ബാധിക്കും, അതിന് ഉറക്കത്തെ ബാധിക്കും, സ്ലീപ്പ് പ്രോബ്ലംസ് ഉണ്ടാകും, അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ബിഹേവിയറിന് ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ പലപ്പോഴും വയലൻസ് ഇതൊക്കെ കാണുമ്പോൾ അതുണ്ടാകും. പിന്നെ വീഡിയോ കൊണ്ട് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, പല സമയത്തും കൊണ്ട് അതിനകത്ത് റോങ് മെസ്സേജസ്, അത് രോഗങ്ങൾ വരുത്താനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും, മെന്റൽ പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും. ബുള്ളിങ് ആൻഡ് സൂയിസൈഡ്, ഒരാളെ കളിയാക്കുക, ബാക്കിയുള്ള ചെയ്യുക, അതുകൊണ്ട് സൂയിസൈഡ്. ഇപ്പം കേരളത്തിൽ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി സൂയിസൈഡ് ഇത് കാണിക്കുന്നുണ്ട്. അപ്പം കൂടുതലും നമ്മൾ മീഡിയ രണ്ട് രീതിയിലാണ്. ഒരാളെ കളിയാക്കാൻ തേജോവധം ചെയ്യാനായിട്ട് വരുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ സൂയിസൈഡ് ചെയ്യാനായിട്ടുള്ള വരും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ കൂടെ നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവാണ്. ദെൻ മീഡിയ വയലൻസ് ഉണ്ടാക്കുക. അപ്പം കുട്ടികളുടെ വളർച്ചയ്ക്ക് ഇത് ഉണ്ടാകും. ഓരോ സ്റ്റേജിൽ ഇൻട്രാക്ഷൻ വരുമ്പോഴത്തേക്ക് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, അവർ കൂടുതൽ പഠിക്കാൻ വേണ്ടി, അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് വേണ്ടിയൊക്കെ നമുക്ക് മീഡിയ ഉപയോഗിക്കാം. അതേസമയം ഇതിനകത്ത് റിസ്കി ബിഹേവിയർ എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു, അത് മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നു, ബുള്ളിങ്, സൂയിസൈഡ് ഉണ്ടാക്കുന്നു. പോസിറ്റീവ് ഇൻഫ്ലുവൻസ് എന്നത് സപ്പോർട്ട് ആൻഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്. ഈ സോഷ്യൽ മീഡിയയിൽ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൊണ്ട് ആൾക്കാർ നമുക്കുണ്ടെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. ദെൻ റേസിങ് മണി ഫോർ ചാരിറ്റി ഇവൻറ്റ്സ്. അപ്പോൾ ഏതെങ്കിലും നമുക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ ഒരു ചാരിറ്റിക്ക് വേണ്ടി നമുക്ക് ഗുണകരമായി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. ആർട്ടിസ്റ്റിക് ആൻഡ് ക്രിയേറ്റീവ് പോസ്റ്റ്, നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി, നല്ല വിവരം ഉള്ള കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി, കലകളെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി, കഥകളെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സെൽഫ് ഡെവലപ്മെൻറ്റ്, ബ്ലോഗ്സ്, പോസ്റ്റ്, നമുക്ക് വീഡിയോസ് ഉണ്ടാകും, ബ്ലോഗ്സ് ഉണ്ടാകും, സെൽഫ് ഇമേജ് കൂട്ടാൻ വേണ്ടി നമുക്ക് ഇത് ഉപകരിക്കും. പിന്നെ കൂടുതൽ ആൾക്കാരെയായിട്ട് എന്നിട്ട് പരസ്പരം ഹെൽപ്പ് ചെയ്യാനായിട്ട്. കാരണം എന്താ വെച്ചാൽ എന്ത് മീഡിയ കൂടെ വെച്ചാൽ എല്ലാവരും അറിയും, പരസ്പരം ഒന്നിച്ച് കാണാൻ സാധിക്കും, ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എക്സ്പാൻഡിങ് കണക്ഷൻസ് പീപ്പിളായിട്ട് ചെയ്യാനായിട്ട് ഇത് ചെയ്യും. മീഡിയ ആൻഡ് വെൽബീയിങ്, ഓവറോൾ വെൽബീയിങ് ആൻഡ് എമോഷണൽ സപ്പോർട്ട് ഉണ്ട്. അത് വെച്ചാൽ മനുഷ്യൻ്റെ സാമുദായികമായ മാനസികമായ വളർച്ചയ്ക്കും നന്നായി പെരുമാറാനായിട്ടും എമോഷണൽ സപ്പോർട്ടും നമ്മൾ മീഡിയ ചെയ്യുന്നുണ്ട്. ദെൻ ഗ്രേറ്റർ സെൻസ് ഓഫ് പർപ്പസ് ഇൻ ലൈഫ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു ഗുണമുണ്ട്, അത് വേണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാക്കാനായിട്ട് മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. വെൽബീയിങ് ഉണ്ട്. പേഴ്സണലി എംപവറിങ് ആൻഡ് അപ്ലിഫ്റ്റിങ്, നമുക്ക് ശാക്തീകരണത്തിന് വേണ്ടി, സ്ത്രീയാണെങ്കിലും പുരുഷനും ശാക്തീകരണത്തിന് വേണ്ടി മീഡിയ ഉപയോഗിക്കാറുണ്ട്. അത് അപ്ലിഫ്റ്റിങ്, ഉയർത്തിലേക്ക് എത്തുവാൻ വേണ്ടി മീഡിയ സഹായിക്കുന്നുണ്ട്. ഓപ്പൺ സെൽഫ് ഡിസ്ക്ലോഷർ, നമ്മളെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് മീഡിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനൊരു ഹെൽത്ത് കോൺഷ്യസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പ്രൊമോട്ടിങ് പ്രോ ആക്റ്റീവ് അപ്രോച്ചസ്, ഏത് കാര്യത്തിനും മുൻകൂട്ടി നമ്മൾ ചെയ്യത്തക്കവണ്ണം പ്രോ ആക്റ്റീവായിട്ട് വരുന്ന കാര്യത്തിൽ മുൻകൂട്ടി നമ്മുടെ പെരുമാറ്റത്തെ മാറ്റാൻ വേണ്ടിയിട്ട് മീഡിയ ഉപയോഗിക്കും. ദെൻ സിവിക് ആൻഡ് പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റ്, സാമൂഹികമായ കാര്യങ്ങൾ, പൗരത്വ ബോധങ്ങൾ, ഇതൊക്കെ വളർത്താനായിട്ട് മീഡിയ സഹായിക്കും. ദെൻ ബിൽഡിംഗ് സപ്പോർട്ടീവ് നെറ്റ്വർക്ക്, മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഇൻട്രാക്ഷൻ ഉണ്ടാകാനായിട്ടുള്ള ഒരു മീഡിയ ഉണ്ടാക്കും. ദെൻ നോട്ട് വർത്തി ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ എക്സ്പ്ലോറേഷൻ, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ, ചെയ്യാൻ, പരിചയപ്പെടാൻ വേണ്ടി മീഡിയ നമുക്ക് ഉപയോഗിക്കും. അപ്പം മീഡിയയുടെ ഗുണങ്ങളും ദോഷങ്ങളുമാണ്. അപ്പം മീഡിയ എന്ന് നമ്മൾ പറയുമ്പോൾ മീഡിയയ്ക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തൊക്കെ ദോഷങ്ങളുണ്ട്, എന്തൊക്കെ ഇതുണ്ട്, മീഡിയ എങ്ങനെ വയലൻസ് ഉണ്ടാക്കും. അപ്പം ഈ കാര്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് മീഡിയയുടെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്നും നോക്കാം. ഇപ്പോൾ സൈബർ ക്രൈമാണ്. അപ്പോൾ സൈബർ ക്രൈം ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് സൈബർ ക്രൈം, അതിനകത്ത് എന്തൊക്കെ വൈറസുകൾ ഉണ്ടാക്കുന്നു, എന്തൊക്കെയൊക്കെ ആൾക്കാരുടെ പേഴ്സണൽ കാര്യങ്ങൾ എങ്ങനെ അറിയുന്നു, അതിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു, എങ്ങനെ ഒരു വ്യക്തിയെ ടാർണിഷ് ചെയ്യുന്നു, എങ്ങനെ നമ്മുടെ സാമ്പത്തികമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകുന്നു, എങ്ങനെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ നമുക്കുണ്ടാക്കുന്നു,
ഇതാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. ദെൻ ഏതൊക്കെയാണ് ക്രൈം എഗൻസ്റ്റ് ഇൻഡിവിജ്വൽ എഗൻസ്റ്റ് ആയിട്ടുണ്ട്, പ്രോപ്പർട്ടിക്ക് എഗൻസ്റ്റ് ആയിട്ടുണ്ട്, ഓർഗനൈസേഷനെതിരായിട്ട് സൈബർ ക്രൈം നടക്കാറുണ്ട്, സൊസൈറ്റിക്ക് സമൂഹത്തിനെതിരായിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ എന്താണ് ഇതിനുള്ള മോട്ടീവ്, ഇതിൻ്റെ പുറകുള്ളതെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ളതാകാം, മറ്റ് ചില ക്രിമിനൽ സ്വഭാവങ്ങളുണ്ടാകാം, ഇൻ്റലിജൽ നമ്മുടെ ബുദ്ധിക്ക് കുറച്ച് സന്തോഷം തരത്തക്ക വണ്ണം കൊണ്ടുണ്ടാകാം, പിന്നെ പകരം വീട്ട് അല്ലെങ്കിൽ റിവെഞ്ച് എന്നുള്ള രീതിയിലാകാം സൈബർ ക്രൈമുകൾ. മറ്റുള്ളവർ ചെയ്യുമ്പം വേറൊരാളുടെ റെസ്പെക്റ്റിനെ കളയാൻ, വേറൊരാളുടെ കഴിവിനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് സൈബർ ക്രൈമും ഉണ്ടാക്കാം. ദെൻ കൗണ്ടർ ബോർഡർ, വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് വെറുതെ ഇരുന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതൊക്കെയാണ് ഒരു മോട്ടീവ് ബിഹൈൻഡ് സൈബർ ക്രൈം. ടാർഗറ്റ് ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ ആകാം, യങ്സ്റ്റേഴ്സ് ആകാം, കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാകാം, പബ്ലിക് വൈഫൈ ഉപയോഗിക്കുന്ന ആൾക്കാരാകാം. ഒരു ഒഫൻഡർ സ്വഭാവം എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് കിഡീസ് ആകാം, സൈബർ പക്സ് ആകാം, ഇൻഡിവിജ്വൽ അറ്റാക്ക് ഇന്റേണൽസ് ആകാം, ഒരു കമ്പനിയുടെ അകത്തുള്ള ആൾക്കാരാകാം, പിന്നെ കോഡേഴ്സ് ആകാം, കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാമിംഗ് സ്കിൽ, ഓൾ ഗാർഡ്സ് ഹാക്കേഴ്സ് ആകാം, ഹു ഡു നോട്ട് ഹാവ് എ ക്രിമിനൽ ഇന്റന്റ് ആൻഡ് സ്കിൽസ് ബട്ട് വാണ്ട് ടു ഫൈൻഡ് സിസ്റ്റം വൾണറബിൾ. നമ്മൾ ഒരാൾ ക്രിമിനൽ അല്ല, ഇയാളുടെ കഴിവ് വെച്ച് മറ്റുള്ളതിനെ തകർക്കാനായിട്ടുള്ള ഒരു ഗാഡി എന്ന ഒരാളാകാം. ദെൻ പ്രൊഫഷണൽ ക്രിമിനൽസ് ഇത് ഉപയോഗിക്കാം. സൈബർ ടെററിസ്റ്റ്, സൈബർ യുദ്ധകാലവും ബാക്കിയുള്ള ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ അതിനുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ, സൈബർ ടെററിസ്റ്റുകൾ ഉണ്ടാകാറുണ്ട്. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, എക്കണോമിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഒരു രാജ്യത്തിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ വ്യക്തികളുടെ കൾച്ചറിൽ അത് ബാധിക്കാം, മനുഷ്യനെ അത് ബാധിക്കാം, ടെക്നോളജിയെ അത് ബാധിക്കാം. സൈബർ ലോ ഉണ്ടാകാനുള്ള കാരണം വെച്ചാൽ ഈ സൈബർ ലോ വന്നു കഴിഞ്ഞപ്പോൾ ഇമെയിൽ നമ്മൾ അംഗീകരിക്കുന്നു, ലീഗൽ വാലിഡിറ്റി സിഗ്നേച്ചർ നമുക്ക് കൊടുക്കാനായിട്ടുള്ള സാധനമുണ്ട്, ഗവൺമെൻറ് നോട്ടീസ് ഉപയോഗിക്കാനായിട്ട്, ഇപ്പം ബാങ്ക് നോട്ടീസ് എന്ത് നോട്ടീസ് അയക്കണമെങ്കിൽ നമ്മൾ ഇമെയിൽ അക്സെപ്റ്റബിൾ ആണ്. രണ്ട് കമ്പനീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇമെയിലാക്കി മതി, നമ്മൾ സമയം ലാഭിക്കാൻ പറ്റും. എനിക്ക് അതിന് പനിഷബിൾ എന്തെങ്കിലും ക്രൈം ഉണ്ടായാൽ അത് പനിഷബിൾ ആണ്. സൈബർ ക്രൈം എങ്ങനെയൊക്കെ നിർത്താം? ഒന്ന്, കമ്പ്യൂട്ടർ അപ്ഡേറ്റ് ആയിട്ട് റെഗുലർ ചെയ്യണം. സ്ട്രോങ് പാസ്വേഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. യൂസിങ് പാസ്വേഡ് എവരി സർവീസ് നോട്ട്, ആവശ്യമില്ലാത്തടത്തൊന്നും കൊണ്ടുവരുത്. സെയിം പാസ്വേഡ് എല്ലായിടത്തും ഉപയോഗിക്കരുത്. ആൻഡ് ചേഞ്ച് എ പാസ്വേഡ് റെഗുലറിലായിട്ട് നമ്മൾ പാസ്വേഡ് നമ്മൾ മാറ്റണം. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണൊക്കെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. കെയർഫുൾ ഷെയറിങ് പേഴ്സണൽ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മളത് ചെയ്യണം. ഇതായിരിക്കും. കോഷ്യസ് ഓഫ് എനി സ്ട്രേഞ്ച് ഇമെയിൽസ്, നമുക്ക് പരിചയമില്ലാത്ത മെയിൽ വന്നു കഴിഞ്ഞാൽ അതിന് മറുപടി അയക്കാതിരിക്കുക. ദെൻ ഇമെയിൽസ് ആസ്കിങ് ഫോർ പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കുന്ന മെസ്സേജ് ഒന്നും കൊടുക്കരുത്. പേയിങ് അറ്റൻഷൻ പ്രൈവസി പോളിസീസ്, വെബ്സൈറ്റിൽ അവർ കൊടുക്കുന്ന പ്രൈവറ്റ് ചെയ്യണം. കാര്യം വൺസ് ഇമെയിൽ അഡ്രസ്, നമ്മുടെ ഇമെയിൽ അഡ്രസ് എല്ലാവർക്കും കൊടുക്കാതിരിക്കുക. ബാങ്ക് ആൻഡ് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് റെഗുലർലി നമ്മുടെ ബാങ്ക് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. സൂപ്പർവൈസ് യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വിത്ത് അഡോളസൻസ്, എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പം പിള്ളേരൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു ഗാർഡ് നമ്മൾ കൊടുക്കണം. Ensure intervention of social media and awareness of basic security internet as well as gadgets, especially in children. കൊച്ചുകുട്ടികളെ ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് അനുവാദം കൊടുക്കരുത്, അല്ലെങ്കിൽ നമ്മൾ ഗാർഡ് ചെയ്യണം. അപ്പം എന്തൊക്കെയാണ് മീഡിയയിൽ വയലൻസ് ഉണ്ടാകുന്നത്? ഒന്ന്, സോഷ്യൽ ലേണിംഗ്. മീഡിയയിൽ വയലൻസ് കാണിക്കുമ്പോൾ അത് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി, പകർത്താനുള്ള ഒരു ടെൻഡൻസി കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഇല്ലെങ്കിൽ കാറ്റലിസ്റ്റ്, നമ്മളിത് കണ്ടു കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെ ആകണം എന്നുള്ള ഒരു ഹീറോ വർഷിപ്പ് മോഡൽ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതാണ് വയലൻസ് ഉണ്ടാകാനുള്ള കാരണം. എന്തൊക്കെയാണ് നമുക്ക് വയലൻസ് കുറയ്ക്കാനായിട്ടുള്ള മാർഗങ്ങൾ? ഒന്ന്, ഡിബേറ്റാണ്. കൂടുതൽ ഡിബേറ്റുകൾ നടക്കുക. പ്രൊഫഷണൽ കോഡ്സ് ഓഫ് കോണ്ടാക്ട്, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കണം. എന്ത് ചെയ്യുമ്പോഴും അങ്ങനെയുള്ളത് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിയമപരമായിട്ട് തടയണം, അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യണം. മീഡിയ എഡ്യൂക്കേഷൻ ടു ക്രിയേറ്റ് കമ്പോണൻറ്റ്, ക്രിട്ടിക്കൽ മീഡിയ യൂസേഴ്സിന് നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് കൊടുക്കണം. എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്? കുട്ടികളിൽ പെട്ടെന്ന് ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ ചിന്താഗതികൾ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ, എൻഗേജ്മെൻറ്റ്, റിസ്കി ബിഹേവിയർ, അപകടകരമായ കാര്യങ്ങളെന്ന് മെൻ്റൽ ഹെൽത്തിനെ അത് ബാധിക്കാറുണ്ട്, ഉറക്കത്തെ ബാധിക്കാറുണ്ട്, ആത്മഹത്യയിലേക്ക് നയിക്കാണ്ട് മീഡിയ വയലൻസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? പോസിറ്റീവ് ബിലോങ്ങിനെസ് ഉണ്ടാക്കാറുണ്ട്, റേസിങ് മണി ചാരിറ്റിക്ക് വേണ്ടി ചെയ്യാറുണ്ട്, ആർട്ട് കലകൾ ചെയ്യാറുണ്ട്, സെൽഫ് ഡെവലപ്മെൻറ്റ് ക്രിയേഷൻ ബ്ലോഗ്സ് ഉണ്ടാക്കാറുണ്ട്, എക്സ്പാൻഡിങ് കണക്ഷൻ വിത്ത് ഉണ്ട്. ദെൻ ഗ്രേറ്റർ സെൻസ് ഓഫ് റെസ്പോൺസ്, പേഴ്സണാലിറ്റി ബീയിങ്, പ്രൊമോട്ടിങ് പ്രൊആക്റ്റീവ് അപ്രോച്ചസ്,
സിവിക് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ബിൽഡിംഗ് സപ്പോർട്ടീവ് നെറ്റ്വർക്ക് ഇതൊക്കെയാണ് ചെയ്യുന്നത്. സോ ഇതോടുകൂടി ഈ ക്ലാസ് തീർന്നു. മീഡിയ ആൻഡ് സൈക്കോളജി ഇമ്പോർട്ടൻസ്. നമസ്തേ.